താങ്ക് യു സുരാഗ് സർ. എപ്പോഴും സ്പെഷ്യലാണ്. എപ്പം സുരാഗ് സർ വിളിക്കുമ്പോഴും ഒരു എനർജിയോട് കൂടി വിളിക്കുമ്പം തന്നെ നോ പറയാൻ പറ്റില്ല. ആഹ് അതുകൊണ്ട് തന്നെ ഇത് ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി. ഇതൊരു ഫാമിലിയാണ്. കേരളം എല്ലാ സ്റ്റേറ്റും ഇറ്റ് ഇസ് ലൈക്ക് എ ഫാമിലി ഇപ്പോ. പക്ഷെ കേരള ടീം എന്ന് പറഞ്ഞാല് എപ്പോഴും സ്പെഷ്യലാണ്. എന്ന് വെച്ചാല് സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പൊ ഇതുവരെ നല്ല സ്വീകരണ കിട്ടുക. എവിടെ പോയാലും പിന്നെ ആൾക്കാരുടെ ആ ഒരു വെൽക്കമിങ് നേച്ചർ, പിന്നെ ആ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഒക്കെ കേരളത്തില് കുറച്ച് സ്പെഷ്യലാണ്. ഇത് ഞാൻ മാത്രമല്ല, TCGയും പറയുന്ന ഒരു കാര്യമാണ്. എപ്പം കേരളത്തിലേക്കോ സൗത്തിലേക്കോ വരുമ്പം ഏറ്റവും കൂടുതൽ വെൽക്കം, ആ ഒരു എനർജി ആൾക്കാരിൽ കണ്ടിട്ടുള്ളത് കേരളത്തിലാണ്. അപ്പോ അദ്ദേഹം അത് പറയണം എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഒരു സ്പെഷ്യൽ ക്രൗഡാണ്, സ്പെഷ്യൽ ഓഡിയൻസ് ആണ്. അതെല്ലാം പോസിബിൾ ആയിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും കാരണമാണ്. എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ, എല്ലാവരുടെയും എനർജി, എല്ലാവരുടെയും ഒത്തൊരുമ, അത് വേറൊരു സ്റ്റേറ്റിലും ഞാൻ കണ്ടിട്ടില്ല ഉള്ള സത്യം പറയാണ്. ഇത് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം ആയിട്ട് കൂടി ഇതൊരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത്രയും ഒരു ടീം വർക്ക്, വേറെ ഏത് ടീമാണെന്ന് നോക്കാണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കേരളം മാത്രമാണ്. സോ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് ലീഡേഴ്സിന്റെ. സോ ഹാറ്റ്സ് ഓഫ് ടു ഓൾ ലീഡേഴ്സ് ഇൻ കേരള. സോ ഇന്ന് സുമതി രാജൻ, ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം വെൽക്കം. സോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കാ. ഇത് കേട്ടിട്ട് എത്ര പേർക്ക് ഇതുവരെ എല്ലാവരും സന്തോഷത്തോടുകൂടി ഇങ്ങനെ നോക്കി, പക്ഷെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് ആരുടെയൊക്കെ മുഖം വാടുന്നുണ്ടോ അവരൊക്കെയാണ് RCM ചെയ്യുന്നത്. ബിസിനസ് ക്ലോഷർ, ഇത് ഒരു എന്താ പറയാ, ഒരു സ്പെഷ്യൽ വേർഡാണ്. ബിക്കോസ് ആസ് എ ബിസിനസ് പേഴ്സൺ ഞാൻ കോർപ്പറേറ്റില് എല്ലാ ആഴ്ചയും കേട്ടോണ്ടിരുന്ന ഒരു വാക്കാണ് ബിസിനസ് ക്ലോഷർ. അപ്പോ ഇതിന്റെ ഡെപ്തിലേക്ക് പോകുന്നതിന്റെ മുന്നേ എനിക്ക് എന്താണ് ബിസിനസ് ക്ലോഷർ, ബിക്കോസ് ചിലവർക്ക് ഇതിന്റെ ഡെപ്ത് അറിയലുണ്ടാവില്ല, അല്ലെ? നമ്മൾ ഇത് പറയുമ്പം കുറെ പേര് അവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും ഈ ബിസിനസ് ക്ലോഷർ വരുന്നു, അല്ലെ? മന്ത് എൻഡ് വരുന്നു, നമ്മുടെ ലീഡേഴ്സ് ഒക്കെ വിളിച്ച് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, ഇതാ മാസം എൻഡ് ആവാറായേ, എന്തെങ്കിലും ബില്ലിംഗ് ഉണ്ടെങ്കിൽ ചെയ്തോളൂ, എന്തെങ്കിലും ഇതാ മാർജിനൽ ആണ്, അല്ലെ? 70,000 BV ആവാൻ എത്രയും കൂടി അടിച്ചാൽ മതി. ഇത് പറയുന്ന ലീഡേഴ്സ് ഉണ്ടല്ലോ, അവരെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ആക്ച്വലി, അവര് നിങ്ങളുടെ ബിസിനസ്സിലും ഇൻട്രസ്റ്റഡ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ ടീമിൽ ആയിരക്കണക്കിന് ആൾക്കാരുള്ളപ്പോഴും അവര് നിങ്ങളെ വിളിച്ച് ബിസിനസ് ക്ലോഷറിനെ പറ്റി പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, എനിക്കറിയാം ആസ് എ പേഴ്സൺ നിങ്ങൾക്ക് അത് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയേക്കാം, ഇറിറ്റേറ്റഡ് ആയേക്കാം, അതല്ലെങ്കിൽ ദേഷ്യം പിടിച്ചേക്കാം. ബിസിനസ് ക്ലോഷർ എന്ന് പറഞ്ഞ് വിളിക്കുന്നു, പ്രഷർ തരുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് പാത്തിലാണ്. അതല്ല, സാറ് വിളിച്ചു ബിസിനസ് ക്ലോഷറിനെ പറ്റി പറഞ്ഞു, അത് നടക്കട്ടെ കുഴപ്പമില്ല എന്ന് പറയുന്ന വിടുന്ന ആൾക്കാര്, യു ആർ സ്റ്റിൽ നോട്ട് ഇൻ RCM. RCM ബിസിനസ് എന്ന് മാത്രമല്ല, നിങ്ങൾ ഒരു ബിസിനസ്സിലും സക്സസ് കിട്ടില്ല ബിസിനസ് ക്ലോഷറിന്റെ ഡെപ്ത് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. സോ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഓൾറെഡി സുരാഗ് സാർ പറഞ്ഞു. ഞാൻ ഓൾമോസ്റ്റ് 6 years കംപ്ലീറ്റ്ലി കോർപ്പറേറ്റ് വേൾഡിലായിരുന്നു. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ആഴ്ചയും എനിക്ക് ബിസിനസ് മീറ്റിംഗ് ഉണ്ടാവും. CEO പിന്നെ ഫൗണ്ടേഴ്സിന്റെ കൂടെയാണ് എൻ്റെ മീറ്റിംഗ്. അപ്പൊ അതില് വരുന്ന പ്രഷർ, പിന്നെ അതിൽ വരുന്ന ആ ഒരു സ്റ്റാറ്റ്സ്, പിന്നെ അതിൽ വരുന്ന പ്രഷർ, പിന്നെ അവര് തരുന്ന ഇഷ്യൂസ്, ലൈഫിൽ തരുന്ന പ്രഷർ, എല്ലാം കൂടി ഒരു സുഖ. ബിക്കോസ് അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ്സിലാണെന്ന് നമുക്ക് തോന്നില്ല. അപ്പോ ഞാൻ ഇത് ഈ പോയിന്റിലേക്ക് അത് ഡെപ്ത് ആയിട്ട് പോകുന്നതിന്റെ മുന്നേ ഒരു ലേമാന് പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾ എനിക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല. ഈ വാക്ക് ബിസിനസ് ക്ലോഷറിന്റെ ഡെപ്ത് മനസ്സിലാവണം എന്നില്ല എല്ലാവർക്കും. അപ്പോ നമുക്ക് ആദ്യം ഇത് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോകും. ഇന്നത്തെ മീറ്റിംഗിന്റെ അജണ്ട എന്ന് പറഞ്ഞാൽ ആദ്യം ബിസിനസ് ക്ലോഷർ എന്താന്ന് നമുക്കൊന്ന് നോക്കാം.
പിന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം, പിന്നെ ബിസിനസ് ക്ലോഷറിനെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഗുണം നോക്കാം, പിന്നെ ലാസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് പോയിന്റേഴ്സ്, ഈ 20-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ ചെയ്യേണ്ട, അല്ലെങ്കിൽ 30-ഓ 31-ഓ 29-ഓ 28-ഓ എനിത്തിങ്, നിങ്ങൾ ആ പീരീഡിൽ ചെയ്യേണ്ട കാര്യങ്ങളും, പിന്നെ ആസ് എ ബിഗിനർ, ആസ് എ ഫ്രഷർ RCM നിങ്ങൾ കുറച്ച് പോയിന്റേഴ്സ്, ഗോൾഡൻ റൂൾസ് എന്തൊക്കെയാ ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ ആയിരിക്കും ഇന്ന് നമ്മുടെ അജണ്ട. ഇന്ന് എനിക്ക് സമയം തന്നിരിക്കുന്ന 7:30 വരെയാണ് സുരാഗ് സർ. അപ്പൊ 7:30 വരെ മാക്സിമം കവറപ്പ് ചെയ്യാൻ ഞാൻ നോക്കാം. എന്തെങ്കിലും കൂടുതൽ സമയം എടുത്തു പോയാൽ പ്ലീസ് ബെയർ വിത്ത് മീ, ബിക്കോസ് ഇത്രയും പോയിന്റേഴ്സ് ചിലപ്പം 1 hour കവർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. സോ ഫസ്റ്റ്ലി നമുക്ക് നോക്കാം എന്താണ് ബിസിനസ് ക്ലോഷർ. ആർക്കെങ്കിലും അറിയോ ബിസിനസ് ക്ലോഷർ എന്താണ്? ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? എനിബഡി ഫ്രഷർ? എനിക്ക് സീനിയേഴ്സിനോട് ആരോടും സംസാരിക്കേണ്ട. പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആരെങ്കിലും മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ പ്ലീസ് അൺമ്യൂട്ട്. നിങ്ങൾക്ക് ഈ ബിസിനസ് ക്ലോഷർ എന്ന് മനസ്സിലായത് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ തോന്നും നിങ്ങളുടെ അപ്ലൈൻസ് വിളിച്ച് ബിസിനസ് ക്ലോഷറിനെ പറ്റി പറയുമ്പോൾ എന്തെങ്കിലും തോന്നാറുണ്ടോ? അതൊന്ന് ആരെങ്കിലും എനിബഡി വോളണ്ടിയർ ചെയ്തിട്ട് ഒന്ന് പറയാവോ? ശിവകുമാർ സർ, സ്റ്റാർ പ്ലാറ്റിനം. സർ JRC പുറത്താണ്, വീഡിയോ ഓൺ ആക്കാൻ പറ്റില്ല പ്രോഗ്രാമില്. ഒരു കുഴപ്പമില്ല. സാർ ഞാൻ ഇവിടെ ജസ്റ്റ് എന്റെ ടീമിൽ ഞാൻ RCയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ക്ലോസിംഗിന്റെ ടിപ്സ് ആണ് മാത്രം ഇട്ടിരിക്കുന്നത് ഇവിടെ. അപ്പൊ ക്ലോസിങ്ങിന് ഇനി 6 ദിവസമുള്ള സമയത്ത് നമ്മൾ ആദ്യം പറയുന്ന കാര്യം, നമ്മുടെ ടീമില് 0 പർച്ചേസ് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ആദ്യം പറയുന്ന കാര്യം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇപ്പൊ നമുക്ക് കമ്പനി തന്നിരിക്കുന്ന അവസരം എന്ന് പറയുന്നത് ടെർമിനേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യും. രണ്ടാമത്. 3, നമ്മുടെ കൺസിസ്റ്റൻസി പർച്ചേസ്, കഴിഞ്ഞ മാസം അതിന് മുന്നത്തെ മാസം ചെയ്തവരുടെ ലിസ്റ്റ് കൊടുത്ത് അവരെ ആദ്യം കംപ്ലീറ്റ് ആക്കാനും കൺസിസ്റ്റൻസി പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. 4, നമ്മൾ ലീഡേഴ്സിന്റെ, അതായത് ആക്റ്റീവ് ആയിട്ടുള്ള മുഴുവൻ ഡെപ്തിലെ 5000 സ്ലാബിൽ എത്തേണ്ട ആളുകളുടെ സ്ലാബ് ചെക്ക് ചെയ്ത് അവരെ സ്ലാബിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യും. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെപ്തിൽ ഒരു ബിഗിനറിനെ ക്രിയേറ്റ് ചെയ്യാൻ. അത് ആരാണ് ചാൻസ് ഉള്ളത് നോക്കി അദ്ദേഹത്തിനെ ഈ 7 ദിവസം കൊണ്ട് ബിഗിനർ ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇത്രയും കാര്യമാണ് ക്ലോസിംഗ് സമയത്ത് ഞാൻ എന്റെ ടീമിൽ ചെയ്യാറുള്ളത്. വെരി ഗുഡ്, താങ്ക് യു ശിവകുമാർ സർ. അപ്പൊ ഇതിൽ നമുക്കൊരു കോമൺ ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത്, ഗ്രോത്ത് ബിസിനസ്സിൽ എത്ര ഉണ്ടായി, എന്താണ് ലാക്കിംഗ്, പിന്നെ സ്ട്രാറ്റജി എന്തൊക്കെ ഫോം ചെയ്യണം, മാർക്കറ്റിന്റെ ആക്സെപ്റ്റൻസ്, ബിസിനസ് മോഡലിന് ചേഞ്ച് വരുത്തണോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡ് ആണ് ഈ ബിസിനസ് ക്ലോഷർ. ബിസിനസ് ക്ലോഷർ ഇല്ലെങ്കിൽ ഒരു പ്രോബ്ലം. ബിസിനസ് ക്ലോഷർ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഒരിക്കലും വളരില്ല. ദർ ഇസ് നോ ഗ്രോത്ത് ഇൻ ബിസിനസ് ക്ലോഷർ ഇല്ലെങ്കിൽ. അതുകൊണ്ടാണ് ഇവർ മന്ത്ലി ബിസിനസ് ക്ലോഷർ വെക്കുന്നത്. ചില ബിസിനസ് ഫേംസിൽ അവർ വീക്ക്ലി ബിസിനസ് ക്ലോഷർ വെക്കും. ചില ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്സിൽ ഡെയിലി ബിസിനസ് ക്ലോഷേഴ്സ് ഉള്ള എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഉണ്ട്. ചില ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്സിൽ ക്വാർട്ടർലി ബിസിനസ് ക്ലോഷർ ഉണ്ട്. നമ്മുടെ ബിസിനസ് ക്ലോഷർ നടക്കുന്നത് മന്ത്ലി ബേസിസ് ആണ്. മന്ത്ലി ബേസിസ് ആണ് വേൾഡ്സ് ബെസ്റ്റ് ബിസിനസ് ക്ലോഷർ. അതിന്റെ ഒരു റീസൺ ഉണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്പേസും കിട്ടും, ടൈമും കിട്ടും, പിന്നെ നമുക്ക് ചിന്തിക്കാനുള്ള സ്പേസ് ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ അധികം ടൈം ഉണ്ടോ ഇല്ലാതെ 30 ഡേയ്സിന്റെ ഉള്ളിൽ നമ്മൾ ക്ലോസ് ചെയ്യും. ഇതിന്റെ ഒരു ഏറ്റവും വലിയ റീസൺ ബിസിനസ് ക്ലോഷർ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ്സിൽ വന്ന ഫ്ലോ, അതല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ലോ ആയോ, എവിടെയാണ് ഫാസ്റ്റ് ചെയ്യേണ്ടത്, ഈ ട്രാജക്ടറി നോക്കേണ്ട ഒരു സാധനമാണ് ബിസിനസ് ക്ലോഷർ. അതല്ലാണ്ട് നമ്മൾ വെറുതെ ബിസിനസ് ഇപ്പൊ ഒരു 68,000 PV ആയി, സാറേ 2000 PV കൂടി അടിച്ചാൽ 70,000 ആവും. നോ, അത് ബിസിനസ് ക്ലോഷറിൽ വരില്ല. നിങ്ങളായിട്ട് തന്നെ ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള പ്രാപ്തി, ആ 2000 PV എവിടെ മിസ്സായി എന്നുള്ളത് നമ്മൾ സെൽഫ് അനാലിസിസ് ചെയ്തിട്ട് അടുത്ത 2-3 മണിക്കൂറിനുള്ളിൽ അത് എങ്ങനെ ക്ലോസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. പക്ഷെ ഇത് ലാസ്റ്റ് ഡേ വെച്ചിട്ടൊരു കാര്യമില്ല. ചില ആൾക്കാർ ലാസ്റ്റ് ഡേയിലേക്ക് വെക്കും. 29-ാം തീയതിയാണ് ഈ മാസം ലാസ്റ്റ്, അല്ലെ, ലീപ്പ് ഇയർ ആണ്. അപ്പൊ 29th വരെ പോട്ട ബിസിനസ് എന്തെങ്കിലും ആട്ടെ, 29th എന്താണോ വരുന്നത് അത് നമ്മൾ ചെയ്യും. ഇങ്ങനെ നിങ്ങളുടെ ബിസിനസ് മോഡലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഗ്രോത്ത് കിട്ടില്ല. എപ്പോഴും സ്റ്റാഗ്നന്റ് ബിസിനസ് ആയിരിക്കും. കഴിഞ്ഞ മാസം 50, ഈ മാസം 51, പിന്നെ ഒരു 52, പിന്നെ ഒരു 49.
പിന്നെ ഒരു 50, 50 ഇങ്ങനെ എങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു ടൈം വരും, ഒരൊറ്റ വീഴ്ചയായിരിക്കും ബിസിനസ്. സ്റ്റാഗ്നേഷൻ പോയിന്റ് ഇസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ബിസിനസ് ട്രാജക്ടറി എന്നാ പറയാ. നമ്മുടെ ബിസിനസ് ഗ്രോത്ത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എപ്പം വേണമെങ്കിലും വീഴാം. ആ ഒരു വീഴ്ച സ്റ്റാഗ്നേഷൻ ബിസിനസ്സിനുണ്ടാവും. ദിസ് ഇസ് പ്രൂവൺ. 95% ആൾക്കാർക്കും വരുന്ന ഒരു പ്രോബ്ലം ആണ് സ്റ്റാഗ്നേഷൻ. ബിസിനസ് സ്റ്റാഗ്നന്റ് ആയ നമ്മൾ വിജിലന്റ് ആണ്. ഇത് എല്ലാവർക്കും, എല്ലാ ലീഡേഴ്സിനുമാണ്. നമ്മുടെ ബിസിനസ് കഴിഞ്ഞ മാസം 7 ലക്ഷം PV 5 ലക്ഷം PV ക്ലോസ് ചെയ്ത് അടുത്ത മാസം 5 ലക്ഷം PV ക്ലോസ് ആയാൽ പിന്നെ ഒരു 2-3 മാസം കൂടി 5 lakhs ക്ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേഞ്ചറിലാണ്. യു ആർ ഇൻ ഡേഞ്ചർ. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഹാപ്പിയാണ്, കഴിഞ്ഞ മാസം വന്നാൽ ഈ മാസം വന്നല്ലോ എന്നുള്ള ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യുവർ ബിസിനസ് വിൽ ഫോൾ സൂൺ. ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല. പക്ഷേ സ്റ്റാഗ്നേഷൻ പോയിന്റിൽ നമ്മൾ ഒരു 10 ദിവസം ബഫർ, ഇന്ന് 23-ാം തീയതി, ഇനി നമുക്ക് 7 ദിവസം 6 ഡേയ്സും കൂടി, 6 ദിവസം കൂടി, ഒരാഴ്ച. ഈ ഒരാഴ്ച നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതുവരെ കഴിഞ്ഞ മാസം ഈ ഒരു സമയമാകുമ്പം എത്ര ബിസിനസ് വന്നു, ഡേറ്റ അനാലിസിസ് നമ്മൾ ഒന്ന് ചെയ്താൽ മതി. ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ 3-4 മാസം നിങ്ങൾക്ക് ചെയ്ത ബിസിനസ് നമുക്ക് എല്ലാവർക്കും അറിയാലോ. കഴിഞ്ഞ ഒരു 3 മാസത്തെ ബിസിനസ് നിങ്ങൾ എത്ര ക്ലോസ് ചെയ്തൊന്നും നോക്കൂ. ഗ്രോത്ത് ബിസിനസ്സിൽ ഇല്ല, താഴോട്ടേക്ക് പോകുന്നുണ്ടോ എന്താണെന്നുള്ള നമ്മളൊന്ന് സ്റ്റഡി ചെയ്യാം. അത് ചെയ്തിട്ട് ഈ 6 ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസിംഗിലേക്ക് എങ്ങനെ ബിസിനസ് കൂട്ടാന്നുള്ളതിന്റെ പ്ലാനിങ് ചെയ്യാം ആസ് ലീഡർ. പിന്നെ ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ, നമ്മളിപ്പം ആസ് എ ന്യൂ കമർ ടീമിലേക്ക് വന്നു എന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയാണ്, എത്ര ബിസിനസ് കമ്പനിയിലേക്ക് കൊണ്ടുപോയാലും അവർ ഹാപ്പി അല്ല. ആൻഡ് ഞാൻ എത്ര ബിസിനസ് ഞാനായിട്ട് തന്നെ സെല് ചെയ്താലും ഞാനും ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആവില്ല. ബിക്കോസ് എൻ്റെ ലീഡർ ഹാപ്പി അല്ല, അല്ലെങ്കിൽ എൻ്റെ മാനേജർ ഹാപ്പി അല്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ റവന്യൂ അടിക്കാൻ നോക്കും, അല്ലെങ്കിൽ കൂടുതൽ സെയില് കൊണ്ടുവരാൻ നോക്കും ടേബിളിലേക്ക്. അപ്പൊ ഇത് ട്രെസ്പാസ് ആവേണ്ടത് ലീഡേഴ്സിന്റെ മേലെ തന്നെയാണ്. ലീഡേഴ്സ് സാറ്റിസ്ഫൈ ആയാൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാവരും, ഡൗൺലൈൻസും എല്ലാവരും സാറ്റിസ്ഫൈ ആയി. ലീഡേഴ്സിന് അഗ്രഷൻ ഉണ്ട്. പിന്നെ വെറുതെ വിളിച്ച് ഫേക്ക് ബില്ലിംഗ് സസ്റ്റൈനബിൾ അല്ല ഈ കാര്യങ്ങളൊന്നും. നമ്മുടെ വോളിയം ആ ഒരു ട്രെസ്പാസ് ചെയ്യാനായിട്ട് നമ്മൾ ആൾക്കാരെ വിളിച്ച് ബില്ലിംഗ് ചെയ്യിപ്പിക്കുന്നത് ഇസ് എ റോങ് പ്രാക്ടീസ്. അത് വരുന്നതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അതിലേക്ക് എത്തുന്നതിന്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലാസ്റ്റ് ഡേയിലേക്ക് വെക്കുമ്പോഴാണ്. ഈ ഒരു മീറ്റിംഗ് 23rd വെച്ചത് കറക്റ്റ് ടൈമാണ്. ബിക്കോസ് വി ഹാവ് ടൈം. 6 ദിവസം കൂടി ഉണ്ട്, ബഫറായിട്ട് ഉണ്ട് നമുക്ക് എല്ലാവർക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് തൊട്ടിട്ട് നമ്മൾ കഴിഞ്ഞ മാസം ചെയ്ത മിസ്റ്റേക്സ്, ഇതുവരെ ചെയ്ത മിസ്റ്റേക്സ് റെക്ടിഫൈ ആണുള്ള ടൈമാണ് ഇനി ഈ ഒരു 6 ദിവസം. നമ്മൾ ഫേസ് ചെയ്ത ചലഞ്ചസ്, മൈൻഡ് സെറ്റ്, നമുക്ക് ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ. ഇപ്പൊ ഒരാള് മേ ബി ഒരു 10,000 PV കൂടിയും ചെയ്താൽ അങ്ങേർക്ക് ചിലപ്പം കൺസിസ്റ്റൻസി പ്ലാനോ അല്ലെങ്കിൽ സ്റ്റാർ ഡയമണ്ട് ക്ലബോ മേ ബി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഹീ സ്ട്രഗ്ലിംഗ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ പോയി വർക്ക് ചെയ്യാം ആസ് എ ലീഡർ, അതല്ലെങ്കിൽ ആസ് എ കലീഗ്, നമുക്ക് അവരുടെ കൂടെ പോവാം. പിന്നെ ചില ആൾക്കാർ മാർജിനലിലായിരിക്കും, അതല്ലെങ്കിൽ ഭയങ്കര സ്ട്രഗ്ലിംഗ് പീരീഡിലായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ മാസത്തെ ബിസിനസ് ഉണ്ടാവില്ല ഈ മാസം, അവരുടെ കൂടെ പോയി വർക്ക് ചെയ്യാം. പിന്നെ ഇത് ലീഡേഴ്സിന്റെ മാത്രമുള്ള ഒരു ജോലിയല്ല. നമ്മൾ ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ, അതല്ലെങ്കിൽ നമ്മളൊരു പുതിയ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെയും കൂടിയും റെസ്പോൺസിബിലിറ്റി ആണ്, നമ്മുടെ റവന്യൂ, അതല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്. ഇത് എത്ര പേർക്ക് സീരിയസ് ആയിട്ട് തോന്നുന്നു ഈ ഒരു വാക്ക്, അവര് മാത്രമേ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവുള്ളൂ. RCM എന്നല്ല, ഞാനിതിപ്പം നിങ്ങളായിട്ട് തന്നെ ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ഒരു ബിസിനസ് എപ്പോൾ തുടങ്ങിയാലും നമുക്കൊരു പ്രഷർ, ഓട്ടോമാറ്റിക് പ്രഷർ തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രോത്ത് കിട്ടില്ല. ഞാൻ പറയുന്ന ഐ ഡോണ്ട് നോ ഇത് ക്ലാരിറ്റി എത്ര കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു സമയം നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റാൻ തോന്നരുത്. ഈ ഒരു ലാസ്റ്റ് വീക്ക് ഭയങ്കര യു ഷുഡ് ബി ഇറിറ്റേറ്റഡ്, അതല്ലെങ്കിൽ സ്ട്രെസ്ഡ് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതൊരു
ബാഡ് അതല്ലെങ്കിൽ ഒരു ചീത്ത സംഭവമായിട്ട് നോക്കണ്ട. നിങ്ങൾ കറക്റ്റ് പാത്തിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഫീലിങ്സ് വരുന്നത്. നമ്മള് ബിസിനസ് എൻഡ് ആവുമ്പോഴത്തേക്കും എന്തെങ്കിലും ആട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മളുടെ ടീമിലുള്ള ആൾക്കാരും അതേ ആറ്റിറ്റ്യൂഡിലായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരും ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും വരുന്നത്. സോ ഫസ്റ്റ് തിങ് ഞാൻ പറഞ്ഞത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം. ഫസ്റ്റ് തിങ് ഇസ് ഈ ബിസിനസ് ക്ലോഷറിൽ നമുക്ക് ട്രാജക്ടറി, കഴിഞ്ഞ 2-3 മാസത്തെ ട്രാജക്ടറി ഒന്ന് എടുത്തു നോക്കൂ. നമ്മളായിട്ട് തന്നെ ഒന്ന് നോക്കിയാൽ മതി. കഴിഞ്ഞ 2-3 മാസത്തെ ബിസിനസ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ബിസിനസ് ഈ മാസം കൂടിയും വരുന്നു. അതിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുടെ ലിസ്റ്റ് ഒന്ന് എടുത്തിട്ട് അവരെ വിളിച്ച് അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം ആസ് എ ലീഡർ. പക്ഷെ ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ നമ്മൾ ലാസ്റ്റ് മന്ത് എത്രയാണോ ബിസിനസ് കൊണ്ടുവന്നത് അതിനെക്കാട്ടും അറ്റ്ലീസ്റ്റ് ഒരു PV കൂടുതൽ ഈ മാസം കൂടിയും കൊണ്ടുവരാൻ നോക്കണം. ഒരിക്കലും ബിസിനസ് കുറയരുത്. റൈറ്റ്? സോ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ബിസിനസ് ക്ലോഷർ. ഈ ഒരു പ്രഷർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എപ്പോഴെങ്കിലും ബിസിനസ് ഗ്രോ ആവും? വി വിൽ നെവർ ബി ഏബിൾ ടു ഗ്രോ ബിസിനസ്. ഇപ്പം ബിസിനസ് ക്ലോഷർ ഇല്ല എന്ന് വെക്കുക, ഇല്ല ബിസിനസ് ക്ലോഷർ ഇല്ല, മന്ത്ലി പേ ഔട്ട് ഇല്ല, നിങ്ങൾ എത്ര സെയിൽ ചെയ്യുന്നോ അത്രയും കമ്മീഷൻ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഫണ്ട് ഉണ്ടാവും, നമുക്ക് ഒരിക്കലും ഒരു ഗ്രോത്ത് കാണില്ല. അല്ലെങ്കിൽ നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. ചിലപ്പം ഞാൻ ജസ്റ്റ് പേര് എക്സാമ്പിൾ പറയാണ്, ഫിലിപ്പ് സർ ഉണ്ട് മീറ്റിംഗിൽ. ഫിലിപ്പ് സർ ഇപ്പം കഴിഞ്ഞ മാസം ചെയ്തത് ലെറ്റ്സ് ഒരു 1 lakh PV ആണ്. ഈ മാസം അത് 70,000 PV ഇപ്പം നിൽക്കുന്നത്. അപ്പൊ ഫിലിപ്പ് സാറിന് അത് അനലൈസ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടി. കഴിഞ്ഞ മാസം 1 ലക്ഷം PV വന്നു, ഈ മാസം എന്തുകൊണ്ടാണ് 70,000 മാത്രം വന്നത്, 30,000 എവിടെയാണ് ഗ്യാപ്പ് വന്നിരിക്കുന്നത്, അത് ഫിഗർ ഔട്ട് ചെയ്യുക ലാസ്റ്റ് ഡേയിലല്ല, അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ഡേ അല്ല, അറ്റ്ലീസ്റ്റ് ഒരാഴ്ച മുന്നേ നമ്മൾ കഴിഞ്ഞ മാസം ചെയ്ത ബിസിനസ് കൊണ്ടുവരാൻ പറ്റണം. അത് കഴിഞ്ഞ് 1 വീക്ക്, ലാസ്റ്റ് 1 വീക്ക് നമ്മൾ കഴിഞ്ഞ മാസം ചെയ്തതിനെക്കാട്ടും കൂടുതൽ ബിസിനസ് ബഫർ ആക്കി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. റൈറ്റ്? സോ ഇതാണ് ബിസിനസ് ക്ലോഷർ എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ്. ഞാൻ അതാണ് സ്ട്രെസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഒരിക്കലും ഈ ഒരു ടൈം ആൾക്കാരെ വിളിച്ച് ജസ്റ്റ് യുനോ നമ്മൾ കഴിഞ്ഞ മാസം ചെയ്തത് ഇത്രയാണ്, ഇത്രയും കൂടി ചെയ്യണം, ആ ഒരു കൺക്ലൂഷനിലേക്ക് പോവരുത്. അതുകൊണ്ട് ഈ ഒരാഴ്ച നമ്മൾ കംപ്ലീറ്റ്ലി ഇമേഴ്സ് ചെയ്ത് അല്ലെ കൂടെ വർക്ക് ചെയ്യുക ആസ് എ ടീം. ഇവിടെ ഇതുവരെ മേ ബി ലാസ്റ്റ് വീക്ക് വരെ നിങ്ങൾ നിങ്ങളുടെ ലീഡേഴ്സ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാരായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളൊരു സെൽഫ് ആയിട്ടായിരിക്കും ഇതുവരെ വർക്ക് ചെയ്തിട്ടുണ്ടാവുക ഈ ദിവസം വരെ. പക്ഷെ ലാസ്റ്റ് 1 വീക്ക് നമ്മൾ എപ്പോഴും നമ്മുടെ ലീഡേഴ്സ് ആയിട്ട് ടച്ചിൽ വേണം. ആ ഒരു കോർഡിനേഷൻ ലാസ്റ്റ് വീക്ക് വന്നു കഴിഞ്ഞാൽ ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി. ബിക്കോസ് ലീഡേഴ്സിന് എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് ആ എക്സ്പീരിയൻസ് ചിലപ്പോൾ ഉണ്ടാവില്ല ആസ് എ ഫ്രഷർ. ഇപ്പൊ ഞാൻ പുതിയതാണ് RCMൽ എന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ നമ്മൾ ഒരു പിൻ ലെവൽ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക ലീഡേഴ്സിന് മാത്രം. അപ്പൊ ലീഡേഴ്സിനും ഈ ഒരു ടൈം ആവുമ്പം ഉറപ്പാണ്, ഒരു ടെക്നിക്കൽ അച്ചീവർ ആണെങ്കിൽ ഓട്ടോമാറ്റിക് പ്രഷറും സ്ട്രെസ്സും അഗ്രഷനും ഉള്ള ഒരു ടൈമാണ് ഈ ലാസ്റ്റ് 1 വീക്ക്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് ബിസിനസ് ക്ലോഷർ. ഇതൊരു ടിപ്പാണ് ന്യൂ കമേഴ്സിന്, അതല്ലെങ്കിൽ ഒരു റോയൽറ്റി അച്ചീവറിന്. ഈ ഒരു സമയം നമുക്ക് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് ലീഡറിന്. ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരാഴ്ചയോ 2 ആഴ്ച വിളിച്ച ഫോൺ പോലും എടുക്കില്ല, ബിസിയാണ്, മീറ്റിംഗിലാണെന്ന് പറഞ്ഞിട്ട് ഫോണ് ചിലപ്പം കട്ടി. പക്ഷേ പറയുന്ന കറക്റ്റ് അല്ലേ? ഈ ഒരു ആഴ്ച നിങ്ങൾ ലീഡേഴ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോണും എടുക്കും, നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ വരികയും ചെയ്യും. സാർ ഇത്രയും ബിസിനസ് വരാൻ ചാൻസ് ഉണ്ട്, ഒന്ന് വരാന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു വരും. സോ ഈ ഒരു ടൈം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബിസിനസ് ഗ്രോത്ത് ഉറപ്പാണ്. സോ ആസ് എ ടീം നമുക്ക് അപ്പോഴേ ഗ്രോത്തും വരും. നമ്മൾ ആ യൂട്ടിലൈസേഷൻ ഫാക്ടർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലേ നമുക്ക് ഗ്രോത്തും വരുള്ളൂ ബിസിനസ്സിൽ. ആ ഒരു ടൈം നമുക്ക്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കും, ഈ ഒരാഴ്ച നിങ്ങൾ വിളിച്ചു നോക്കും ലീഡേഴ്സിനെ, ഏതെങ്കിലും ഒരു ലീഡർ ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ ഇന്ന് RCM വിടും. സുരാഗ് സാറിനെ ഒന്ന് വിളിച്ചു നോക്കും, സുരാഗ് സാർ എനിക്ക് ഈ ഒരു സമയം ഇത്രയും ആൾക്കാരെ 10 വരെ കൂട്ടിയിട്ടുണ്ട്, കഴിഞ്ഞ മാസം 1 ലക്ഷം ഉണ്ട്, ഈ ഒരു മാസം ഇനി 20,000 ആവാൻ 10 പേരെ വിളിച്ചിട്ടുണ്ട്, ഒന്ന് സാർ വരണം, ഒരു മീറ്റിംഗ് തരണം എന്ന് പറഞ്ഞാൽ സുരാഗ് സാർ കാറിലല്ല, ഇപ്പൊ കാറിൽ AC കൊണ്ട് വരും, AC വർക്ക് ആയില്ലെങ്കിലും വരും സാറ്.
അല്ലേ? സോ ദീസ് ആർ ദ തിങ്സ്. ഇത് നമ്മൾ ആസ് എ ന്യൂ കമർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, റൈറ്റ്? ഇനി ഒരു ഗോള് വേണം. സി ഇപ്പോ ഇതുവരെ നമ്മൾ സംസാരിച്ചത് ബിസിനസ് ക്ലോഷറിനെ പറ്റിയിട്ടാണ്. പക്ഷെ ഇനി ഞാൻ ഒരു 6 പോയിന്റ്സ് 6 പോയിന്റ്സ് പറയുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ആസ് എ ലീഡർ, അതല്ലെങ്കിൽ നമുക്ക് ലീഡർഷിപ്പിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യേണ്ട ഒരു 6 പോയിന്റ്സ് ആണ്. ഫസ്റ്റ് പോയിന്റ്, നമ്മുടെ ഗോള് ക്ലിയർ ആയിരിക്കും. സെറ്റ് ചെയ്ത് വെറുതെ മുന്നോട്ടേക്ക് പോവല്ല, ലോജിക്കൽ റീസണിങ് ഉള്ള ഒരു ഗോൾ ആയിരിക്കണം. കഴിഞ്ഞ മാസം 1 കോടി ബിസിനസ് ചെയ്തു, ഈ മാസം 2 കോടി ബിസിനസ് ഇല്ലോജിക്കലാണ്. കഴിഞ്ഞ മാസം 1 ലക്ഷം ചെയ്തു, ഈ മാസം 1,10,000 എത്തിയാൽ ഞാൻ സ്ലാബ് ക്രോസ് ആവും, അല്ലെ സുരാഗ് സർ? 1,15,000 അല്ലേ സ്ലാബ്? ആ, അപ്പൊ കഴിഞ്ഞ മാസം 1 lakh ചെയ്തു, പി വി ചെയ്തു, ഈ മാസം ഒരു 15,000 പി വിയും കൂടി കയറ്റിയ എന്റെ ലെവൽ അല്ലെങ്കിൽ ഒരു പെർസെന്റേജ് കൂടും എന്നുള്ള ഒരു യുനോ എയിം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വെക്കുക. അത് പ്രാക്ടിക്കൽ ആണ്. 1 lakh പി വി ലാസ്റ്റ് ഇയർ മന്ത് ചെയ്തു, ഈ മാസം 3.5 lakhs ചെയ്യാന്നുള്ളൊരു ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിലേക്ക് ഓടുന്നത് നിർത്തും. നമുക്ക് അഗ്രഷൻ ഉണ്ടാവില്ല, ഹ്യൂമൻ നേച്ചർ ആണ്, അല്ലെ? നമ്മൾ ലീഡറിനെ വെറുതെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചിലപ്പം പറയും, സാറേ കഴിഞ്ഞ മാസം 1 ലക്ഷം വന്നു, ഈ മാസം 3.5 വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വന്ന് പോയി കഴിഞ്ഞാൽ നമ്മളെ തന്നെ പൊട്ടന്മാരാക്കുകയാണ് അസല്. സോ അതിന്റെ പകരം 1 lakh ചെയ്തു, ഇത്രയും പെർസെന്റേജ് മിസ്സായി, 2.5% മിസ്സായി, 15,000 പി വിയും കൂടിയും ചെയ്താൽ മതിയായിരുന്നു കഴിഞ്ഞ മാസം. അപ്പൊ ഈ 15,000 പി വി ആയിരിക്കണം ഗോള് എക്സ്ട്രാ. 1,15,000 ആയിരിക്കണം അപ്പൊ നമ്മുടെ ഈ മാസത്തെ ടാർഗറ്റ്. അപ്പൊ ആ ടാർഗറ്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. ദിസ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. ആസ് എ ലീഡർ, ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ, ദിസ് പോയിന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഷുഡ് സെറ്റ് യുവർ ഗോൾ ക്ലിയർലി. അതിലൊരു വേറെ ഡീവിയേഷൻ പാടില്ല. അത് 1,70,000 പി വി വരണ്ട, 1,15,000 വർക്ക് ചെയ്താൽ മതി, പ്രാക്ടിക്കൽ വർക്ക്. സെക്കൻഡ് പോയിന്റ്, നമ്മൾ അതിൻ്റെതായിട്ടുള്ള ട്രെയിനിങ്ങും സപ്പോർട്ടും ആർക്കാണോ ടീമിൽ വേണ്ടേ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, ആസ് എ ലീഡർ ആൻഡ് ആസ് എ ടീംമേറ്റ്. അതല്ലെങ്കിൽ നമ്മൾ പുതിയതാണ് RCMൽ, ടീം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗോളും ഈ ട്രെയിനിങ് പ്രൊവിഷനും ലീഡേഴ്സിനോട് ചോദിച്ചു വാങ്ങിക്കുക. പക്ഷെ ഐ തിങ്ക് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും ലീഡേഴ്സ് ആണ്. നിങ്ങളുടെ ടീമിൽ എന്തായാലും 2-3 പേരെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പുതിയ ആളാണെങ്കിലും ഒരു 2-3 പേരില്ലാത്ത ഒരാളും ഈ മീറ്റിംഗിൽ ഇല്ലാന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം, ആ 2-3 പേരുടെ കൂടെ നമ്മളുടെ ടീമിൽ കുറവാണെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഡ്രീംസും ഗോൾസും ഇല്ലാന്നില്ല. അവർ ചിലപ്പം നിങ്ങളുടെ പ്രഷർ കൊണ്ടായിരിക്കും ചിലപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അന്നത്തെ ആറ്റിറ്റ്യൂഡ് അല്ല ചിലപ്പോൾ അയാളുടെ ഇന്നത്തെ ആറ്റിറ്റ്യൂഡ്. എല്ലാവരുടെ, ഇതൊരു ലോജിക്കൽ സംഭവമാണ്, എല്ലാവരുടെയും ലൈഫ് ഓരോ 45 ദിവസവും ചേഞ്ച് ആവുന്ന പറയാം, എവറി 45 days. ചിലപ്പോൾ നമ്മൾ 2 മാസം മുന്നേ ഒരാളോട് RCMന്റെ പ്ലാൻ പറഞ്ഞപ്പോൾ അയാൾ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ടാവും, അല്ലെ? നീ ഇതെന്തെന്ന് കൊണ്ടുവന്ന് വന്നിരിക്കുക, 1000-കണക്കിന് ആൾക്കാർ വന്ന് പോകുന്നുണ്ടെന്ന് ചിലപ്പോൾ പറഞ്ഞ് തള്ളിയ ആൾക്കാരുണ്ട്. നമ്മൾ അവരൊരിക്കലും വിടരുത്. അവരൊരു പ്രാവശ്യം കൂടി ഒന്ന് കോൾ ചെയ്ത് നോക്കൂ, അവരുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടാവും കഴിഞ്ഞ ഒരു 45 ദിവസം. ഇത് വലിയ ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ്, ബിഗ് തിങ്കേഴ്സ്. 45 days കഴിഞ്ഞ് എല്ലാവരുടെയും ലൈഫ് ചേഞ്ച് ആവും. ഇപ്പൊ ഞാൻ എന്താണ് പറയുന്നത്, ചിലപ്പോൾ 45 ദിവസം കഴിഞ്ഞിട്ട് എന്റെ ലൈഫ് ഭയങ്കരമായിട്ട് അങ്ങ് ചേഞ്ച് ആവാം. താഴോട്ടേക്ക് പോവാം, മേലോട്ടേക്കും പോവാം. അപ്പം അഥവാ ഒരാള് സ്ട്രഗിൾ ചെയ്യാണ്, കഴിഞ്ഞ 45 ദിവസം മുന്നേ ചിലപ്പോൾ ആൾ നമ്മളെ പുച്ഛിച്ചിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹം ഇന്ന് ചിലപ്പോൾ ഒരു പ്രോബ്ലത്തിലായിരിക്കും. അങ്ങനത്തെ പ്രോബ്ലം ഉള്ള ഒരാളെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ഒരു പ്രാവശ്യം കൂടി അങ്ങേരെ ഒന്ന് കോൾ ചെയ്ത, അങ്ങേര് നമ്മളെ കോൾ ചെയ്യാണ്ടിരിക്കുന്നതിന്റെ ഒരു സൈക്കോളജിക്കൽ റീസൺ എന്ന് പറഞ്ഞാൽ അന്ന് പുച്ഛിച്ച് കളഞ്ഞ ഒരാളാണ്. ഏതൊരാൾക്കും ഈഗോ ഉണ്ടാവും. എത്ര വീണാലും എത്ര താഴോട്ടേക്ക് പോയാലും ഇങ്ങനെ പറഞ്ഞല്ലോ അവൻ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ഫോൺ ചെയ്യാത്ത ഇഷ്ടം പോലെ ആൾക്കാർ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവും. അന്ന് അവരങ്ങനെ പറഞ്ഞു, ഞാനും വിളിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഗ്രോ ആവില്ല. അയാൾക്ക് വേണ്ട ഹെൽപ്പും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. സോ ഒരു പ്രാവശ്യം കൂടി ഒന്ന് വിളിക്കുക, റൈറ്റ്? സോ ആ ഒരു സപ്പോർട്ടും ട്രെയിനിങ്ങും നമുക്ക് കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്. തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ എപ്പോഴും ഒരു
സി ഇപ്പം ഇതില് ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് ഇപ്പം സുരാഗ് സർ ഓർഗനൈസ് ചെയ്യും. ഇതൊരു കാലിബ്രേഷൻ ആണ്. ഇതിൽ എൻകറേജ്മെന്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ 100-120 ആൾക്കാർ ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു മീറ്റിംഗിൽ. 120 പീപ്പിൾ ഇപ്പൊ വന്നിരിക്കുന്ന ഇതിൻ്റെതായിട്ടുള്ള പ്രൊമോഷൻസും ഇതിൻ്റെതായിട്ടുള്ള ആ ഒരു ഒത്തൊരുമ ഉള്ളത് കൊണ്ടാണ്, നിങ്ങൾ എല്ലാവരും ഒരുമിച്ചത് കൊണ്ടാണ് ഈ 121 പീപ്പിൾ ആയിട്ട് വന്നിരിക്കുന്നത് ആസ് എ ടീം ഇവിടെ. ഇതേപോലെ തന്നെ ചെറിയ ചെറിയ മീറ്റിംഗ്സ് നമ്മൾ എൻകറേജ് ചെയ്യണം ഓരോരുത്തരോടും ചെയ്യിപ്പിക്കാൻ. നമ്മൾ തന്നെ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ ദർ ഇസ് നോ യൂസ്. പക്ഷെ നമ്മുടെ ടീമിലുള്ള ആൾക്കാരെ കൊണ്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ ടീം വർക്ക് ഓട്ടോമാറ്റിക്കലി അവർ പഠിക്കും. RCM എന്ന് പറയുന്നത് ഒരു ജേണിയാണ്. ഇറ്റ്സ് എ ജേണി. ഇതൊരു ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയാണ് RCM ബിസിനസ്. ഇതിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാത്ത ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് ഉണ്ടാവും. ബിക്കോസ് നമ്മൾ ഒരു ഭയങ്കരമായിട്ട് ഒരു ബിസിനസ്സോ അതല്ലെങ്കിൽ ഒരു വലിയ കമ്പനിയിൽ വലിയ പൊസിഷനിൽ ഇരുന്നത് കൊണ്ട് RCM വലിയ പൊസിഷനിൽ വരണം എന്നില്ല. പക്ഷെ ആ ഒരു പൊസിഷനിൽ എത്താൻ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. സോ ബി ഓപ്പൺ ടു ലേൺ. അപ്പൊ ആ ലേണിംഗ് പ്രോസസ് നമുക്ക് വരിക ഓൺലി വെൻ നമ്മൾ എൻകറേജ് ചെയ്താലാണ്. നമ്മുടെ ടീമിലുള്ള ആൾക്കാർ ചിലപ്പം വിളിച്ച് കുറെ അൺവാണ്ടഡ് ആയിട്ട് ചില സാധനങ്ങൾ ചോദിച്ചു എന്നിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ ലോജിക് ഉണ്ടാവില്ല, ചിലപ്പോൾ അതില് ഒരു പോയിന്റ്ലെസ് സാധനമായിരിക്കും, അതല്ലെങ്കിൽ സിമ്പിൾ മലയാളം വാക്കിൽ പറയുകയാണെങ്കിൽ പൊട്ടത്തരായിരിക്കും ചിലപ്പം ചോദിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതും നമ്മൾ എൻകറേജ് ചെയ്യാം. പുതിയൊരു ജോയിനി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് അത് അറിയാണ്ടാവില്ല. അത് ഹി മൈറ്റ് നോട്ട് നോ എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് വെച്ചാൽ ചിലപ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിന്റെ ബാക്കിൽ ഉള്ളതുകൊണ്ടായിരിക്കും അത് ചിലപ്പം ചോദിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ പുച്ഛിച്ച് കളയോ ഒന്നും ചെയ്യരുത്. പുച്ഛിച്ച് കളഞ്ഞ പ്രോബ്ലം എന്താണ്? അദ്ദേഹം പിന്നെ ആ ഒരു സ്റ്റെപ്പ് എടുക്കാൻ എപ്പോഴും ബാക്കിലേക്കായിരിക്കും. നമ്മളത് അൺനോയിങ്ലി ചെയ്തതായിരിക്കും, പക്ഷെ അത് എഫക്റ്റ് ഒരാൾക്ക് എങ്ങനെ ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു ലാസ്റ്റ് 1 വീക്കിൽ നമ്മുടെ പ്രഷറിന്റെ കാരണം ബിസിനസ് ക്ലോഷറിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോരുത്തർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നെഗ്ലക്ട് ചെയ്യും. എന്താ നമ്മുടെ എയിം? എന്താ? നമ്മുടെ ഈ ഒരു മാസത്തെ ടാർഗറ്റ് റീച്ച് ആവും. പക്ഷെ അദ്ദേഹം നമ്മളോടൊരു കാര്യം പറയുമ്പം അതിൽ ചിലപ്പം ബിസിനസ് ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. അത് നമ്മൾ കാണില്ല. ബിക്കോസ് നമ്മൾ ബ്ലൈൻഡഡ് ആണ്. വേറെ ഒന്നും വേണ്ട, ഫോക്കസ്ഡ് ആയിട്ട് എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഒരിക്കലും പോകരുത്. സോ പ്ലീസ് എൻകറേജ് യുവർ ടീം. ഈ ഒരു ടൈമിൽ എസ്പെഷ്യലി ബിസിനസ് ക്ലോഷർ ടൈമിൽ നമ്മൾ ടീമിന്റെ കൂടെ എപ്പോഴും എല്ലാ ദിവസവും എവറി മിനിറ്റ് നമ്മൾ കോളിൽ ഉണ്ടാവണം. ബിസിനസ് ക്ലോഷർ പറഞ്ഞിട്ടല്ല, അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ നമ്മൾ റെഡിയായി. പിന്നെ ഏറ്റവും വലിയൊരു പോയിന്റ്, അത് RCM ഉണ്ട്, പക്ഷെ നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അൺനോയിങ്ലി ആയിരിക്കും ചിലപ്പോൾ ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റണം. ചെറിയ അച്ചീവ്മെന്റ് ആയിക്കോട്ടെ. പുതിയൊരാള് ഒരു ഓപ്പണർ പിൻ അച്ചീവായി, അതല്ലെങ്കിൽ ഒരു 5000 PV ചെയ്തു, ഫസ്റ്റ് 5000 PV. 2 വർഷമായിട്ട് നിങ്ങളുടെ ടീമിൽ ഉണ്ടാവും, ഭയങ്കര ക്ലോസ് ആയിരിക്കും നിങ്ങൾ. പക്ഷെ ആദ്യമായിട്ട് അയാൾ ഒരു 5000 PV ചെയ്തു. നമ്മൾ അങ്ങനെ വിളിച്ച് നമ്മുടെ ഒരു ടീം മീറ്റിംഗ്, ചെറിയൊരു ഗാദറിംഗ് ആയിക്കോട്ടെ, ആ ഒരു ടീം മീറ്റിംഗിൽ വിളിച്ച് ട്രോഫി ഒന്നും കൊടുക്കണ്ട, അതിന് ഇൻവെസ്റ്റ്മെന്റും ചെയ്യണ്ട, പക്ഷെ ഒന്ന് വിളിച്ച് ഒന്ന് ഒരു റെക്കഗ്നിഷൻ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇതൊക്കെ മന്ത് എൻഡിൽ വരുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ മാസം ഇദ്ദേഹം ഈ ഒരു അച്ചീവ്മെന്റ് ചെയ്തു, ഈ മാസം എന്താണ് സാറിന്റെ പ്ലാൻ? ആ ഒരു ബൂസ്റ്റപ്പ് നമുക്ക് ഈ ഒരു ആഴ്ച, അതല്ലാണ്ട് ബിസിനസ് ക്ലോഷർ കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം ഓബ്വിയസ്ലി. പക്ഷെ ഈ ഒരു സമയത്ത് നമ്മൾ സെലിബ്രേഷൻ ഫങ്ഷൻസ് അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അച്ചീവ്മെന്റ് ഫങ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദേ വിൽ ബി ബൂസ്റ്റ്. അവർക്കും ഒരു ബൂസ്റ്റ് കിട്ടും, നമുക്കും ഒരു ബൂസ്റ്റ് കിട്ടും അവരുടെ ത്രൂ. സോ ദിസ് ഇസ് ദ 4th പോയിന്റ്, വി ഷുഡ് സെലിബ്രേറ്റ് അച്ചീവ്മെന്റ്സ്. പിന്നെ 5th പോയിന്റ്, നമ്മൾ വെറുതെ പറയല്ല അല്ലെ, നമ്മളത് ചെയ്ത് കാണിച്ചു. നമ്മളെ ബോസ് നല്ലല്ലോ വിളിക്കുന്നത്, അല്ലെങ്കിൽ വി ആർ നോട്ട് ഗിവിങ് ജോബ്. നമ്മളിവിടെ ലീഡർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ലീഡറിന്റെ ഏറ്റവും വലിയ ഡെഫിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ലീഡിങ് ബൈ എക്സാമ്പിൾ ചെയ്യാം. ഈ ഒരു സമയത്ത് നമ്മൾ എത്ര ഫ്ലെക്സിബിൾ ആണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ടെസ്റ്റ് ആസ് എ ലീഡർ നിങ്ങൾ ഇപ്പോഴാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ടൈം ക്ലോഷർ നമ്മൾ ചിലപ്പോൾ എല്ലാവരോടും ചിരിച്ചും കളിച്ചും കാണിച്ചു കൊടുക്കും. ആദ്യത്തെ ദിവസം തൊട്ടിട്ട് 29-ാം തീയതി വരെ ചിലപ്പോൾ ചിരിച്ച് കാണിച്ചു കൊടുക്കും. പക്ഷേ 30-ാം തീയതി നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ദാറ്റ് ഡിഫൈൻസ് യു ആസ് എ ലീഡർ. അന്ന് നിങ്ങൾക്ക് എത്രത്തോളം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാം,
അവരുടെ ഗോൾസ് എത്താൻ. ദാറ്റ് ഷോസ് ഹൗ ബിഗ് ഓഫ് എ ലീഡർ വി ആർ. പിന്നെ ചില സമയത്ത് ഇത് 5ാമത്തെ പോയിന്റ് ആയിരുന്നു, വി ഷുഡ് ലീഡ് ബൈ എക്സാമ്പിൾ. 6th പോയിന്റ്, നമ്മൾ എപ്പോഴും പോസിറ്റീവ് മൈൻഡഡും മോട്ടിവേറ്റഡും ആയിരിക്കണം. അതിപ്പം RCMൽ ആദ്യത്തെ ദിവസം ആവട്ടെ 5-6 വർഷം കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു പോയിന്റ് എപ്പോഴും മനസ്സിൽ വെക്കണം. ചിലപ്പം കഴിഞ്ഞ മാസത്തെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ, കഴിഞ്ഞ മാസത്തെ ബിസിനസ് ചിലപ്പോൾ ഈ മാസം വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഈ ഒരു വർഷം നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പീരീഡ് ആയിരിക്കും. ചിലപ്പം 2 വർഷം നമ്മൾ സ്ട്രഗിൾ ചെയ്തു. പക്ഷെ നമ്മൾ പോസിറ്റീവും മോട്ടിവേറ്റഡും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ബൗൺസ് ബാക്ക് ഉണ്ടാവും. ഇതൊരു വലിയൊരു പോയിന്റ് ആണ്. ഇത് എത്ര പേർക്ക് മനസ്സിലായെന്ന് ഐ ഡോണ്ട് നോ. ഞാൻ ഇതിന്റെ ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരു സാധനമായോണ്ടാട്ടോ പറയുന്നത്. ചില ആൾക്കാരുണ്ട്, ഇത് ആർക്കും ഒഫൻഡ് ആവരുത്, ഞാൻ തുറന്നടിച്ച് പറയാൻ പോവാട്ടോ. കുറെ ആൾക്കാരുണ്ട്, ഞാൻ 5 വർഷമായി, ഞാൻ കേട്ടു, കുറെ പേര് പറഞ്ഞു, ഞാൻ കേരളത്തിൽ മാത്രമേ ഇത് കേട്ടിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ പറയുന്നത്. ഞാൻ 5-6 വർഷമായി ബിസിനസ്സിൽ. എന്റെ ഒരു 3-4 ജോയിൻ, ഞാൻ ഇപ്പൊ RCM കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഫേസ് ചെയ്ത ഒരു സാധനം പറയാട്ടോ. എന്റെ ഒരു 8 ജോയിനിങ് സ്റ്റോപ്പ് ആവാനുള്ള കാരണം ഈ ഒരൊറ്റ സെന്റൻസ് ആണ്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ബട്ട് ഇത് പറഞ്ഞ ഒരാൾ ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് ഐ നോ ഹൂ ഇസ് ദാറ്റ് പേഴ്സൺ ഹു ടോൾഡ് ഇറ്റ്. പക്ഷെ ഇങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറയാൻ പോവാണ്. ഞാൻ 6-7 വർഷമായി ബിസിനസ്സിൽ, പക്ഷെ ഒരു ഗുണമില്ല കേട്ടോ എന്ന് പറയുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ നിങ്ങൾക്ക് കിട്ടും. ഇഷ്ടം പോലെ ആൾക്കാരെ. അവരെ ഒന്ന് വിളിച്ചു വരുത്തി അവരോട് RCMന്റെ പ്ലാൻ ഒന്ന് പറയാൻ പറ. ചാലഞ്ച് ചെയ്യുന്നു. അവർക്ക് RCMന്റെ പ്ലാനും ഒന്നും അറിയണ്ടാവില്ല, ഒറ്റ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അവരുടെ വിചാരം ഈ ഒരു ജോയിനിങ് എടുത്തു കഴിഞ്ഞാൽ 6-7 വർഷം കഴിഞ്ഞാൽ മൂർത്തി സാറിനെ പോലെ ഹാരിയറിൽ നടക്കാന്നുള്ള വിചാരമാണ് എല്ലാവരുടെയും. പക്ഷെ മൂർത്തി സാർ ചെയ്ത ആ ഒരു സ്ട്രഗിൾ പീരീഡ്, പിന്നെ സുരാഗ് സാർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടാവും. സോ ഒരിക്കലും ഇതൊരു അഡ്വൈസ് ആയിട്ട് എടുത്തോളൂ. നിങ്ങൾ പുറത്തേക്ക് പോയി വർക്ക് ചെയ്യാൻ പോകുമ്പം, അതല്ലെങ്കിൽ ജോയിൻ ചെയ്ത് മോട്ടിവേറ്റഡ് ആയി പുറത്തേക്ക് പോകുമ്പം ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടും. നമുക്ക് സാറേ 6 വർഷമായിട്ടോ ഇതിലൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല പറയുന്ന ആൾക്കാരെ കിട്ടും. അവരുടെ കാരണം ചിലപ്പോൾ നിങ്ങളുടെ ജോയിനിങ്സ് പോയിന്ന് വരും. ഇറ്റ്സ് ഓക്കെ. അങ്ങനെ പോകുന്നവര് അപ്പൊ തന്നെ പോകുന്നതാ നമുക്കും നല്ലത്. അവർക്ക് അത്രയുള്ള കരുത്തേ ഉള്ളൂ. സോ അവരെ വിട്ടേക്ക്. പക്ഷെ ഈ ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ ഓപ്പൺ ആയിട്ടൊരു മെസ്സേജ് പറയാണ്. നിങ്ങൾ ഈ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഐ ഡോണ്ട് നോ. പക്ഷെ നമ്മളോട് എന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ. പ്ലീസ് ആസ്ക് യുവർ സെൽഫ്. നമ്മൾ എത്രത്തോളം മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്തു? ഫസ്റ്റ് തിങ്. സെക്കൻഡ്ലി, നമ്മൾ ആദ്യത്തെ ദിവസം തൊട്ടിട്ട് എപ്പോഴാണോ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് RCMൽ, ആ ദിവസം തൊട്ടിട്ട് നമ്മൾ 1 പ്ലാൻ പെർ ഡേ ഫോളോ ചെയ്തിട്ടുണ്ടോ? തേർഡ് തിങ്, നമ്മൾ ലീഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഫോർത്ത് തിങ്, നമുക്ക് എത്രത്തോളം പ്രൊഡക്റ്റ് നോളജ് ഉണ്ട്? ഫിഫ്ത് തിങ്, നിങ്ങൾക്ക് പ്ലാൻ അറ്റ്ലീസ്റ്റ് പറയാൻ അറിയോ? ഈ 5 കാര്യങ്ങൾ ഉള്ള ഒരാളാണ് 4 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് ഇതൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ പ്രോബ്ലം, അല്ലെ? ബിസിനസ്സിൽ പ്രോബ്ലം ഉണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. ആരെങ്കിലും നമ്മളോട്, ഇനി ഇത് ജസ്റ്റ് ഞാൻ ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയണം, നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാരോട് ഇങ്ങനത്തെ ആരെങ്കിലും വന്നിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കേണ്ട ഈ 5 പോയിന്റ്സ് ആണ്. 5 പോയിന്റ്സ് വേണ്ട, ഒറ്റ പോയിന്റ് ചോദിച്ചാൽ മതി. RCMന്റെ പ്ലാൻ ഒന്ന് പറഞ്ഞുതരാൻ പറഞ്ഞാൽ. അങ്ങേര് 5 വർഷമായിട്ട് RCM ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലാൻ പുഷ്പം പോലെ പറയണ്ടേ? യെസ്, അഗ്രി ചെയ്യാവോ എല്ലാവർക്കും? 5 വർഷമായിട്ട് ഒരു സിസ്റ്റത്തിൽ ഒരാൾ ഉണ്ടെങ്കിൽ, അയാൾ സക്സസ്ഫുൾ അല്ല എന്ന് എല്ലാവരോടും പറഞ്ഞു നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ഹാവ് ദ മിനിമം കർട്ടസി ടു ടെൽ ദ പ്ലാൻ. പ്ലാൻ അറ്റ്ലീസ്റ്റ് പറയണ്ടേ? പുതിയൊരു പ്ലാനായി, ശരി, പഴയ പ്ലാനെങ്കിലും പറയാൻ പറ്റുമോ? നോ. സോ ഈ 6ാമത്തെ പോയിന്റിലേക്കാണ് ഞാൻ തിരിച്ചു വരുന്നത്. പോസിറ്റീവ് ആൻഡ് മോട്ടിവേറ്റഡ്. ആ ഒരു പോയിന്റ് നമ്മൾ ഒരിക്കലും ബ്രേക്ക് ആവരുത്. നമുക്ക് കുറെ ആൾക്കാർ വന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഡൗൺ ആവുന്ന ഒരു ടൈമാണ് ഈ മോട്ടിവേഷനും പോസിറ്റിവിറ്റി. ഈസിലി എടുത്തു കളയാൻ പറ്റും. ഒരാളുടെ പോസിറ്റിവിറ്റി മോട്ടിവേഷനും നമുക്ക് 5 സെക്കൻഡ് മതി.
എടുത്തു കളയാൻ. നമുക്കും ഈസി അതാണ്, പക്ഷെ അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. റൈറ്റ്? ഇത് ലീഡേഴ്സിനുള്ള 6 പോയിന്റ് ആണ്. ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഫസ്റ്റ്, നമ്മുടെ ഗോള് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ടീമിന് സപ്പോർട്ടും ട്രെയിനിങ്ങും കൊടുക്കണം. തേർഡ്, നമ്മളൊരു ടീം കൊലാബറേഷൻ എപ്പോഴും എൻകറേജ് ചെയ്യണം. ടീം വർക്ക്, അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് വേൾഡിൽ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയും. ആർക്കെങ്കിലും അറിയോ ബ്രെയിൻ സ്റ്റോമിംഗ് എന്താണെന്ന് അറിയോ? യെസ് മാം, JRCM പറഞ്ഞോളൂ. JRCM നമ്മൾ സാർ പറഞ്ഞു, നമ്മൾ പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ സംസാരിക്കണം. ടീം അംഗങ്ങളിലേക്ക് അവർക്ക് എപ്പോഴും പോസിറ്റീവ് തന്നെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ സംസാരം കേൾക്കുമ്പോൾ അവര് നെഗറ്റീവ് ആയാൽ പോലും കൊള്ളാമല്ലോ, ഇതിൽ എനിക്ക് വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ മാഡത്തിന്റെ അല്ലെങ്കിൽ ഈ സാറിന്റെ കൂടെ നിന്നാൽ എനിക്ക് വിജയിക്കാം എന്ന രീതിയിലുള്ള ചിന്ത അവരിൽ വരുവാണ്. അതായത് അവരുടെ ബ്രെയിനെ ഒന്ന് ഉണർത്തുകയാണ് നമ്മുടെ വാക്കുകൾ. ആ ബ്രെയിൻ ഒരു ഉണർവുണ്ടാവും. അതായത് ചിന്തകളെ മരവിപ്പിച്ച് ഇരിക്കുന്ന ഈ അവസരത്തില് ചിന്തകളെ ഉത്തേജിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ വാക്കുകൾക്ക് ഉണ്ടാകണം. അതായിരിക്കണം ഒരു ലീഡർ. ഇത്രയാണ് സാർ എനിക്ക് മനസ്സിലായത്. യെസ്, ഓക്കെ. എന്റെ താങ്ക് യു സോ മച്ച് സ്മിതി മാം. താങ്ക് യു JRCM മാം. സോ എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റോമിംഗ് നമ്മൾ ഒരു ആക്ടിവിറ്റിയാ, അല്ല കോർപ്പറേറ്റ് കമ്പനിയിലും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാ. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീം മീറ്റിംഗ് ആ. ആ ടീം മീറ്റിംഗിൽ ഒരു ടോപ്പിക് അങ്ങ് എടുത്തോളൂ. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ മാസം ഇങ്ങനത്തെ ഒരു പ്രോബ്ലം, അതായത് മാർക്കറ്റിംഗിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നു. എക്സാമ്പിൾ ആണ്. മേ ബി ഒരു പെണ്ണൊരു ചെക്കൻ അടിച്ചു, കുറെ അടി കിട്ടി ഒരുത്തന്. ഒരു മാർക്കറ്റിംഗ് ആൾക്ക് ഈ മാർക്കറ്റിംഗ് ആക്ടിവിറ്റിന് പോയപ്പോൾ നല്ലോണം അടിയും കിട്ടി, പുറത്താക്കി. അപ്പൊ ഇത് എന്തുകൊണ്ട് പറ്റി എന്നുള്ളതിന്റെ മീറ്റിംഗ് ചെയ്ത് എല്ലാവർക്കും അവരവരുടെ പോയിന്റ്സ് ഒരു അരമണിക്കൂർ, അതിനൊരു ടൈം ഫിക്സ് ചെയ്യും. ബ്രെയിൻ സ്റ്റോമിംഗിൽ അരമണിക്കൂർ എന്ന് പറഞ്ഞൊരു ടൈം ഫിക്സ് ചെയ്യും. ആ ടൈമിൽ എല്ലാവരും അവരവരുടെ പോയിന്റ്സ് പറയും. ആൻഡ് ഈ പറയുന്നത് ലോജിക്കൽ ആവണമെന്നില്ല, ചിലപ്പം ഫുൾ കോമഡി ആയിരിക്കും വിളിച്ചു പറയുന്നത്. പക്ഷെ നമ്മൾ അത് ജഡ്ജ് ചെയ്യാനോ അതല്ലെങ്കിൽ അതിന് ഉപരി അതായത് അതിന് റിജക്ട് ചെയ്യാനോ പാടില്ല. അവരവരുടെ പോയിന്റ്സ് പറയും, ഒരാൾ നോട്ട് ചെയ്തുകൊണ്ടിരിക്കും, മറ്റുള്ളവർ അതിന്റെ പോയിന്റ്സ് ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. അതല്ലാണ്ട് അതിൽ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ബ്രെയിൻ സ്റ്റോമിംഗ്. അപ്പൊ ഈ ബ്രെയിൻ സ്റ്റോമിങ്ങിനാണ് ഞാൻ പറഞ്ഞ പോയിന്റ് എൻകറേജിങ് ടീം കൊലാബറേഷൻ. ആ പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് ലീഡേഴ്സിനുള്ള പോയിന്റ്സ് ആട്ടോ ഇത്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ സെറ്റ് ക്ലിയർ ഗോൾ ചെയ്യുക. സെക്കൻഡ്, നമ്മൾ സപ്പോർട്ടും ട്രെയിനിങ്ങും കൊടുക്കുക. തേർഡ് ഇസ് എൻകറേജ് ടീം കൊലാബറേഷൻ. ആ ടീം കൊലാബറേഷൻ പറ്റുക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രെയിൻ സ്റ്റോമിംഗ് ചെയ്യുമ്പോഴാണ്. ബ്രെയിൻ സ്റ്റോമിംഗ് ഇസ് വെരി ഈസി. നിങ്ങളുടെ ഒരു 4-5 ടീംമേറ്റ്സ് ഉണ്ടാവും കൂടെ, അല്ലെ? ഇപ്പം ഗോപകുമാർ സർ ഇത്രയും വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തിട്ടും ഏറ്റവും അടുത്തായിട്ട് വർക്ക് ചെയ്യുന്ന മേ ബി ഒരു 20-30 ലീഡേഴ്സേ ഉണ്ടാവുള്ളൂ. അതായത് അദ്ദേഹം ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. ഈവൻ സുരേന്ദ്രവട്ട് സർ ഇപ്പം 20 വർഷമായി ഡയമണ്ട് ലെവലിലാണ്, പക്ഷെ അദ്ദേഹത്തിന് ഒരു 10-20 പേരായിട്ടും ആയിരിക്കും ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. സോ അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു 5-6 പേരുണ്ടാവും. ആ 5-6 പേരെ വിളിച്ചിട്ട് ഈ ഒരു സമയം, എസ്പെഷ്യലി ബിസിനസ് എൻഡ് ആവുന്ന സമയത്ത് നിങ്ങൾ ഒരു മീറ്റിംഗ് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നേരിട്ട്, ഇത് ഓൺലൈൻ ചെയ്യേണ്ട ഒരു സംഭവമല്ല. നേരിട്ട് നിങ്ങൾക്ക് എത്ര പേരെ കാണാൻ പറ്റുമോ അത്രയും പേരെ കണ്ടിട്ട് അവരുടെ കൂടെ ബ്രെയിൻ സ്റ്റോമിംഗ് ഒന്ന് ചെയ്തു നോക്കൂ. കഴിഞ്ഞ മാസം ഈ ബിസിനസ്സേ വന്നുള്ളൂ, ഈ മാസം എന്ത് ചെയ്യാം, ഒരു അരമണിക്കൂർ ടൈം സെറ്റ് ചെയ്തിട്ട് അവരുടെ പോയിന്റ്സ് അവർ പറഞ്ഞോട്ടെ. ആരും നമ്മൾ അത് കളിയാക്കാൻ പാടില്ല. മലയാളികൾക്കുള്ള ഒരു ഇഷ്യൂ ആണ്, എനിക്കും അതുണ്ട്. നമ്മൾ കളിയാക്കും. ഓരോരുത്തർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കളിയാക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ ആ പോയിന്റ്സ് പറയുന്നതെന്ന് ചിന്തിക്കാൻ തുടങ്ങും. പിന്നെ ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാണ്ട് പറയുന്ന ആൻസേഴ്സ് ആണ്. അതാണ് ഏറ്റവും കൂടുതൽ കൺസ്ട്രക്റ്റും ചെയ്യാൻ പറ്റുക. സോ ഒരു ബ്രെയിൻ സ്റ്റോമിങ് നടത്തുക ആസ് എ ലീഡർ. ഫോർത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ ഒരു സമയം, എസ്പെഷ്യലി നമ്മൾ കഴിഞ്ഞ മാസം ചെയ്ത ആൾക്കാരുടെ സെലിബ്രേഷൻ ഫംഗ്ഷൻസും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി മോട്ടിവേറ്റഡ് ആവും. ഫിഫ്ത്ത്, നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് ലീഡ് ചെയ്യുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിച്ചിരിക്കുക. എന്നാലേ നമ്മൾ പറയുന്ന സാധനങ്ങൾ പറയുന്ന ആൾക്കാർ ചെയ്യാനും നമുക്ക് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്താൽ അതിന് ഒരു സൊല്യൂഷൻ കൊടുക്കാനും പറ്റുള്ളൂ. സോ യു ഷുഡ് ഓൾവേസ് ലീഡ് ബൈ എക്സാമ്പിൾ. ആൻഡ് സിക്സ്ത്, വി ഷുഡ് ഓൾവേസ് ആസ് എ ലീഡർ നമ്മൾ എപ്പോഴും ആരെന്ത് പറഞ്ഞാലും ജസ്റ്റ് ക്ലോസ് യുവർ ഇയേഴ്സ്, സ്റ്റേ പോസിറ്റീവ് ആൻഡ് മോട്ടിവേറ്റഡ്. റൈറ്റ്? ഇതാണ് 6 പോയിന്റ്സ് ലീഡേഴ്സിന്. ഇനി ഞാൻ പറയുന്നത് 6 പോയിന്റ്സ് ഒരു ഡിസ്ട്രിബ്യൂട്ടറിനാണ്. പുതിയ ആളായിക്കോട്ടെ, അതല്ലെങ്കിൽ നമുക്ക് അധികം സ്ട്രോങ് ടീം ഇല്ല,
അവർക്കുള്ള ഒരു 6 പോയിന്റ് ആണ്. ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ RCM ഇസ് എ ബിസിനസ് ഓഫ് റിലേഷൻഷിപ്പ്. നമ്മൾ ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്താൽ നമ്മൾ ഒരിക്കലും അഗ്രസീവ് ആയിട്ട് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ RCMൽ ഗ്രോത്ത് കിട്ടില്ല. ഇത് ഞാൻ ക്ലിയർ ആയിട്ട് പറയാണ്. പിന്നെ നമ്മൾ ചിലപ്പം നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എപ്പോഴും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എവിടെയാ? ഫാമിലിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിന്റെ ഉള്ളിൽ, അല്ലെ? ആ ഒരു സർക്കിളിൽ നിന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോകണം അറ്റ് ദി എർലിയസ്റ്റ്. അതിന്റെ ഒരു കാരണം ഞാൻ പറയാം. നമ്മൾ ഫാമിലിനോടോ ഫ്രണ്ട്സിനോടോ പ്രഷർ കൊടുത്ത് ബിസിനസ് മാത്രം സംസാരിച്ചാൽ നിങ്ങളുടെ റിലേഷൻ അവിടെ കട്ടാവും. കുറെ പേർക്ക് കട്ടുമായിട്ടുണ്ടാവും. നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ അനിയനോ ചേട്ടനോ പോലും എടുക്കാണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ RCM പറഞ്ഞു. അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സർക്കിളിൽ നിന്ന് പുറത്തേക്ക് പോവാത്തതുകൊണ്ടാണ്. സോ ഫാമിലിനോട് പറയാണ്ടിരിക്കരുത്, പറയണം. പക്ഷെ അവരുടെ അടുത്ത് നമ്മൾ കോണ്ടാക്ട് എടുത്ത് ആ കോണ്ടാക്ട് തന്ന ആളുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യും. പിന്നെ ബ്രദറിനോടോ സിസ്റ്ററിനോടോ RCMനെ പറ്റി പറയാൻ പാടില്ല. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഗ്രോത്ത് ചെയ്ത് കാണിച്ചു കൊടുത്ത് അവരായിട്ട് തന്നെ നമ്മുടെ അടുത്തേക്ക് വരണം. ഞാൻ പറയുന്നത് ഈ ഫാമിലി ഫ്രണ്ട്സിന്റെ കാര്യം. പക്ഷെ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്താൽ മാത്രം. അതല്ലെങ്കിൽ ഓരോരുത്തരെയും നമ്മൾ ഇപ്പം ചില ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യും, അവരെ ചിലപ്പോൾ നമുക്ക് ഒരു 2-3 മാസം കഴിഞ്ഞാൽ സംസാരിക്കാൻ പോലും പറ്റില്ല. അത് പാടില്ല. നമ്മൾ ഒരാളെ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും കൂടെ നിന്നും ആസ് എ ബ്രദർ നമ്മൾ വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ അയാൾ വർഷങ്ങളോടെ നമ്മുടെ കൂടെ ഉണ്ട്. സോ നമ്മൾ എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. ദാറ്റ് ഇസ് എ ഫസ്റ്റ് പോയിന്റ് ആസ് എ ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ ഓർ ആൻ അൺഅച്ചീവ്ഡ് പേഴ്സൺ. RCMൽ ഇപ്പോൾ ഒരു അച്ചീവ്മെന്റ് നമുക്ക് കിട്ടുക അറ്റ്ലീസ്റ്റ് ഒരു റോയൽറ്റി അച്ചീവ്മെന്റ് ചെയ്താല നമ്മുടെ ലെവൽ നമ്മൾ തന്നെ നോക്കുക. റോയൽറ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റോയൽറ്റി അച്ചീവ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇപ്പം റോയൽറ്റി കിട്ടുന്നുണ്ടാവില്ല. അതിന്റെ ഒക്കെ ഒരു കാരണം പിന്നെ നമ്മൾ ബേസിലേക്ക് പോവുക. ബേസ് പോയിട്ട് ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ഫസ്റ്റ്. സെക്കൻഡ്, നമ്മൾ വാല്യൂ കൊടുക്കണം. ഫസ്റ്റ് തിങ് ഇസ് ഇപ്പം RCMലെ ഏറ്റവും വലിയൊരു ഗുണം നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് ഇവിടെ മോട്ടിവേഷൻ കമ്പനി അല്ല, ഇതൊരു പ്രൊഡക്റ്റ് ഡ്രിവൺ കമ്പനിയാണ്. അഗ്രി ചെയ്യോ എല്ലാവരും? യെസ്, ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഡ്രിവൺ കമ്പനി. ഞാൻ പ്രോഡക്റ്റ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട്. PG സർട്ടിഫൈഡ് ആണ് ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അവിടെ അവർ സ്ട്രെസ് ചെയ്യുന്ന ഒരു കാര്യം പ്രോഡക്റ്റ് ഡെവലപ്മെന്റും പ്രോഡക്റ്റ് R&D മാത്രമാണ്. ഈ 2 കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പനി സക്സസ്ഫുൾ ആവും. വേറെ ഏത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിങ്ങൾ എടുത്തോളൂ, എനി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അവിടെ അവര് എന്താണ് വിൽക്കുക എന്നറിയോ? ഡ്രീം. അവർക്ക് വേറെ ഒന്നും വിൽക്കാനില്ല, അവർക്ക് പ്രോഡക്റ്റ് വിൽക്കാനില്ല. അവർക്ക് ആകെ വിൽക്കാനുള്ള എന്താ? അവർ വരുന്ന വണ്ടി, അവർ നിൽക്കുന്ന വീട്. RCMൽ ഈ 2 സാധനം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു അൺസ്റ്റോപ്പബിൾ ബിസിനസ് ആയിട്ട് മാറും. പക്ഷെ അത് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ. അതുകൊണ്ട് ലീഡേഴ്സ് ചെയ്യുന്നില്ല. നിങ്ങൾ മൂർത്തി സാർ വരുന്ന വണ്ടിയോ അതല്ലെങ്കിൽ നമ്മുടെ സുജിത് സാർ വരുന്ന വണ്ടിയോ ഒന്നും കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട അവരുടെ പോക്കറ്റിൽ പൈസ ഇല്ല എന്ന് വിചാരിക്കരുത് കേട്ടോ. ദേ ആർ മിന്റിങ് മണി. അവർക്ക് അത് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. RCMന്റെ ഒരു ഏറ്റവും വലിയ ഗുണം അതാ ഞാൻ കണ്ടിട്ടുള്ളത്. ഷോ ഓഫ് ഇല്ലാത്തൊരു ബിസിനസ്സാണ്. ഷോ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ ബിസിനസ് ചെയ്യാൻ. അത് ഏറ്റവും വലിയൊരു പോസിറ്റീവ് പോയിന്റ് ആണ്. സുരേന്ദ്ര വട്സറിന് വരെ ഓബ്വിയസ്ലി ബെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം അത് ഷോ ഓഫിന് വേണ്ടി മേടിച്ചതല്ല, കംഫർട്ടിന് വേണ്ടി മേടിച്ചതാണ്. ഷോ ഓഫിനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഉള്ളപ്പം ക്യാഷ്, ഇപ്പം താമസിക്കുന്ന വീട് 5.5 crores വീട്ടിലാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ സെക്യൂരിറ്റി റീസൺസിനാണ്. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. നിങ്ങൾ വേറൊരു സിസ്റ്റത്തിലേക്ക് പോയാൽ അവർ വന്നിറങ്ങുന്നത് ഒരു ബെൻസിലായിരിക്കും, പക്ഷെ 100 കണക്കിന് കടയായിരിക്കും. ചിലപ്പോൾ ഫുൾ കടയായിരിക്കും, പക്ഷെ വന്നിറങ്ങുന്നത് ബെൻസിലാ. ബെൻസിൽ ഇറങ്ങിയില്ലെങ്കിൽ വന്ന് സംസാരിക്കാൻ എന്താ? അവര് ഒന്നും സംസാരിക്കാനില്ലല്ലോ. പ്രോഡക്റ്റ് എന്താ കാണിക്കാൻ പോകുന്നത്? 4000 രൂപയുടെ ജ്യൂസ്, അതല്ലെങ്കിൽ 10000 രൂപയുടെ പ്രോട്ടീൻ പൗഡർ, അല്ലെങ്കിൽ ഒരു 1,00,000 രൂപയുടെ ഒരു ആപ്ലിക്കേഷൻ. ഈ സാധനം വിൽക്കാൻ കാറ് വേണം, ഷോപ്പ് വേണം. RCMൽ അതിന്റെ ഒരു ആവശ്യമില്ല. പിന്നെ അത് പറയാനുള്ള ഒരു ഏറ്റവും വലിയ കാരണം, പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ
കഴിഞ്ഞ മാസം നമ്മുടെ കമ്പനിയിൽ നിന്ന് 2 പേര് വന്നിട്ടുണ്ട്, യുനോ സൗത്തിലേക്ക് ഡിപ്പോസിന് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി. സോ അവര് ഒരു കാര്യം പറഞ്ഞു, അത് എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആൻഡ് R&D ടീം ഞാൻ കണ്ടിട്ടുണ്ട് RCMന്റെ ബിൽവാര. സോ അവര് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആരൊക്കെ ചോക്ലേറ്റ് ക്രീം ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ടോ അവിടെ? ഞാനത് പറഞ്ഞൊരു കാര്യമാണ് കഴിഞ്ഞ മീറ്റിംഗിൽ, ഇല്ലാത്തവർക്കുള്ളതാണത്. ക്രീം ബിസ്ക്കറ്റ് RCMന്റെ ഒരു ചോക്ലേറ്റ് സ്ക്രഞ്ചിന്റെ ഉണ്ട് അല്ലേ, അത് എല്ലാവരും ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും. അത് ഫസ്റ്റ് ടൈം ഇറങ്ങിയപ്പം കഴിച്ച ആരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ഫ്യൂ മന്ത്സ്, ആദ്യത്തെ ഒരു മാസം കഴിച്ച ആരെങ്കിലും ഉണ്ടോ? ലോഞ്ച് ചെയ്തോടെ RCMന്റെ ചോക്ലേറ്റ് ക്രീം ബിസ്ക്കറ്റ്, ആ ക്രീം ബിസ്ക്കറ്റിൽ ഒരു മരുന്നിന്റെ ചുവ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് റിലീസ് ചെയ്ത സമയത്ത്. ഇത് R&D ടീം ഒറ്റ മാസം കൊണ്ടാണ് മാറ്റിയത്, 1 month. യൂഷ്വലി ഏത് കമ്പനി എന്ത് ലോഞ്ച് ചെയ്താലും, പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്താലും അറ്റ്ലീസ്റ്റ് 1 year, ഒരു വർഷമാണ് R&D ചെയ്ത് മാറ്റം വരുത്താൻ പറ്റുള്ളൂ ഒരു പ്രോഡക്റ്റില്. പക്ഷേ RCM ചോക്ലേറ്റ് ബിസ്ക്കറ്റ് 1 മാസം കൊണ്ടാണ് അതിലുള്ള ചോക്ലേറ്റ് ക്രീം മാറ്റിയത്. ഇപ്പൊ നിങ്ങൾ ചോക്ലേറ്റ് ക്രീം കഴിച്ചു നോക്കൂ, ബിസ്ക്കറ്റ്, ഇറ്റ് ഈസ് വെരി ടേസ്റ്റി. അതാവാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ R&D ടീം ഭയങ്കര സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന പാക്കറ്റ് ചിലപ്പോൾ സെയിം ആയിരിക്കും, ആവട്ടെ, ഞാൻ പറയുന്ന ഏത് RCMല് റൈസ് സ്റ്റാർട്ടിങ് ഫസ്റ്റ് ടൈം ലോഞ്ച് ചെയ്തപ്പം റൈസിന് കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അല്ലെ, ഇഷ്ടം പോലെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു റൈസിൽ. ആട്ടയിലോ പൊട്ടിയ ആട്ടയൊക്കെ ഇഷ്ടം പോലെ വരികയായിരുന്നു. ഇപ്പൊ അതുണ്ടോ? ഒരു കാരണവശാലും ഈ പ്രോബ്ലംസ് ഇല്ല ഇപ്പൊ. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ R&D ടീം എല്ലാ ദിവസവും വർക്കില്ല. നമുക്ക് 5000+ പ്രൊഡക്ട്സ് ഉണ്ട് അല്ലെ, ഈ 5000 പ്രൊഡക്ട്സിലും R&D എല്ലാ ദിവസവും നടന്ന് പാക്കറ്റ് നിങ്ങൾ കാണുമ്പോൾ പുറത്തുനിന്ന് സെയിമാ, പക്ഷെ ഉള്ളിലത്തെ പ്രോഡക്റ്റ് എപ്പോഴും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് RCM ബിസിനസ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ RCMലേക്ക് വന്നത് കണ്ണും പൂട്ടിയല്ല, ഒരു സ്ട്രോങ് റീസൺ ബാക്കിൽ ഉള്ളതുകൊണ്ട്. എന്റെ ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് ഞാൻ ഏത് ഇന്റർവ്യൂവിൽ പോയാലും എനിക്ക് അവിടെ ഒരു ജോലി കിട്ടും. എനി ഇന്റർവ്യൂ, ഞാൻ ഇതുവരെ ഒരു ഇന്റർവ്യൂ പോയിട്ട് അവർ ജോലി തരാണ്ടിരുന്നില്ല. ഇതെന്റെ അഹങ്കാരം തന്നെയായിട്ട് കൂട്ടിക്കോളൂ. എനി ഇന്റർവ്യൂ, അത് ലാസ്റ്റ് പേയ്മെന്റ് നെഗോഷിയേഷൻ വരെ എല്ലാ മീറ്റിംഗും പോയിട്ട്, അല്ല ഇന്റർവ്യൂസ്. അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് മൾട്ടിപ്പിൾ ഡിഗ്രീസ് ഉണ്ട്. ആ ഡിഗ്രീസിന്റെ കൂടെ തന്നെ ഐ ഹാവ് സ്കിൽസ്. പിന്നെ പ്രൂവൺ സെയിൽസ് പേഴ്സൺ ആണ്, ടീം മാനേജ് ചെയ്തിട്ടുണ്ട്, PNL മാനേജ് ചെയ്തിട്ടുണ്ട്. ഈ വയസ്സിൽ ഒരു CEO ചെയ്യേണ്ട എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. അപ്പം ഒരാൾക്ക് ജോലി തരാണ്ടിരിക്കാൻ പറ്റില്ല, അത്യാവശ്യമുണ്ട് ഇപ്പൊ ആൾക്കാരെ. പക്ഷെ RCMലേക്ക് ഞാൻ വരാനുള്ള കാരണം ഇസ് ഓൺലി ബിക്കോസ് വി ആർ പ്രൊഡക്റ്റ് ഡ്രിവൺ. ഞാനത് പഠിച്ചുകൊണ്ടും അതിന്റെ ഒരു ഗുണം മനസ്സിലാക്കിയത് കൊണ്ടും മാത്രമാണ് ഞാൻ RCMലേക്ക് കംപ്ലീറ്റ്ലി ഇമേഴ്സ് ചെയ്ത് വന്ന. പാർട്ട് ടൈം പോലും ഇപ്പൊ ചെയ്യാതെ, കഴിഞ്ഞ 4 മാസം മുന്നേ വരെ പാർട്ട് ടൈം ആയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് RCM. സമയം കിട്ടുമ്പോൾ ചെയ്യും, ബിക്കോസ് അതിന്റെ വാല്യൂ എനിക്ക് മനസ്സിലായില്ല. ഈവൻ ദോ ഗോപകുമാർ സർ വീട്ടിലുള്ളപ്പോ പോലും എനിക്ക് ഇതിന്റെ വാല്യൂ മനസ്സിലായിട്ടില്ലായിരുന്നു. ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്, ഗർക്ക മുർഗി ദാൽ ബറാബർ, കേട്ടിട്ടുണ്ടോ? അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് വീട്ടിൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറി ദാല് പോലെയാണ്. നമ്മുടെ വീട്ടിലുള്ള ആളുടെ ഒരു വാല്യൂ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. എല്ലാവരുടെ വീട്ടിലും അങ്ങനെയായിരിക്കും അല്ലെ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യ ചിലപ്പോൾ നിങ്ങളുടെ ഇപ്പം വലിയ ലീഡേഴ്സ് ആയിരിക്കും നമ്മൾ അല്ലെ, ടെക്നിക്കൽ അച്ചീവേഴ്സ് ആയിരിക്കും. പക്ഷെ എനിക്ക് ഉറപ്പാണ് മൂർത്തി സാറിന്റെ ഭാര്യ മൂർത്തി സാറിൻ മരിച്ച വരയിൽ നിർത്താൻ അഖില മാഡത്തിന് അറിയാം. സോ അതാണ് അത്, ആ ഒരു വാല്യൂ നമുക്ക് ആസ് എ പേഴ്സൺ മനസ്സിലാവും. ഇതൊക്കെ ഒരു ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഇതാണ് കേട്ടോ. തേർഡ് എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യാൻ മിസ്സാവുന്ന ഒരു കാര്യമാണ് ഫോളോ അപ്പ്. ഫോളോ അപ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ 80% ബിസിനസ് നമുക്ക് ഫോളോ അപ്പിൽ ക്രിയേറ്റ് ചെയ്യാം. ഒരു ബിസിനസ്സും RCMൽ ഒറ്റയടിക്ക് അങ്ങ് ബിസിനസ് കയറി വരില്ല. ഇറ്റ് ഇസ് എ പ്രൊഡക്റ്റ് ബിസിനസ്. പ്രൊഡക്റ്റ് ബിസിനസിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞ് ചിലപ്പോൾ ഒരു മീറ്റിംഗ് ചെയ്യേണ്ടി വരും. അയാൾ ചിലപ്പോൾ നോ എന്ന് പറയും, അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് പറയാന്ന് പറയും. അപ്പൊ നമ്മൾ വിട്ട് അടുത്ത ദിവസം തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നതാണോ നല്ലത്, അതോ കുറച്ച് കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതാണോ നല്ലത്? സുരാഗ് സാറിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണ് ഫോളോ അപ്പ് ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി സാർ തന്നെ പറയും? സുരാഗ് സർ.
അല്ലെങ്കിൽ ആ സുരക്ഷ ഓഡിബിൾ ആണോ? യെസ്. അപ്പൊ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനിപ്പോ ഒരു പ്രോഡക്റ്റ് കാണിച്ചു. ഒരു ആൾക്ക് ന്യൂട്രിചാർജിന്റെ ഒരു മാനും പ്രോട്ടീൻ പൗഡറും കാണിച്ചു. അദ്ദേഹം പറഞ്ഞു പിന്നെ മേടിക്കാം, ഇപ്പം വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി, ആലോചിച്ചിട്ട് തീരുമാനിക്കാം, ഭയങ്കര കൂടുതലാ, പൈസ കൂടുതലായി തോന്നുന്നു. ഇങ്ങനെ ഒരാൾ പറഞ്ഞു എന്ന് വെക്കാം. അപ്പൊ എപ്പോ ഫോളോ അപ്പ് ചെയ്തിട്ട് സെയിൽ എടുക്കണം? സാറിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചു. ഇമ്മീഡിയറ്റ് ഫോളോ അപ്പ് ആണ് നമുക്ക് എപ്പോഴും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാറ്. സോ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഫോളോ അപ്പ് ഒറ്റയടിക്ക് ചെയ്ത് നിർത്തേണ്ട കാര്യമല്ല, എന്നും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അവരെ മുഷിപ്പിക്കാൻ പാടില്ല. അവരായിട്ട് റിലേഷൻ ഉണ്ടാക്കി ഫോളോ അപ്പിലൂടെ അവരാ പറഞ്ഞ കാര്യം 90 ഡേയ്സിനുള്ളിൽ എന്തായാലും മാറ്റം വരും. സോ ആ അത്രയും സമയം നമ്മൾ തന്നെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതൊക്കെ എനിക്ക് അങ്ങനെ തന്നെ കിട്ടിയിരിക്കുന്നത്. യെസ്, ഗ്രേറ്റ്. ഇതില് ചാറ്റിൽ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് 24 hours ആണ്. 24 hours പോരാ, വി ഷുഡ് അറ്റ്ലീസ്റ്റ് വെയിറ്റ് ഫോർ 3 days. അതിന്റെ ഇത് അഗൈൻ 72 hours ആണ് നമ്മൾ ഒരാൾക്ക് കൂളിംഗ് ഡൗൺ പീരീഡ് കൊടുക്കേണ്ടത്. ഒരാൾ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ എനിക്ക് ആലോചിച്ച് തീരുമാനം എടുക്കണം, ഇങ്ങനത്തെ ഒരു സെന്റൻസ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പിന്നെയും തിരിച്ചു വിളിക്കുന്നത് അറ്റ്ലീസ്റ്റ് 3 days കഴിഞ്ഞിട്ടായിരിക്കും. നെക്സ്റ്റ് ഡേ വിളിച്ചാലുള്ള പ്രോബ്ലം ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് ഡേ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യം പോലെ അവർക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും. ദിസ് ഇസ് സൈക്കോളജി. ഒരാളുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം തന്നെ ഒരാളെ വിളിച്ച് കഴിഞ്ഞ മേ ബി ഇന്നലെ ആയിരിക്കും നമ്മൾ പ്രോട്ടീൻ പൗഡറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, ഭയങ്കര ക്ലോസ് ആയിരിക്കും നമ്മളായിട്ട്. അടുത്ത ദിവസം തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ ഫോളോ അപ്പ് ചെയ്തതിന്റെ പിന്നെ മൂന്നാമത്തെ കോൾ തൊട്ട് നിങ്ങളുടെ എടുക്കില്ല. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. മൂന്നാമത്തെ കോൾ നിങ്ങൾ എപ്പോൾ വിളിച്ചാലും നോക്കിക്കോ, അത് ചിലപ്പോൾ ബിസിയിൽ പോകും, അല്ലെങ്കിൽ എടുത്തിട്ട് പറയും പിന്നീട് വിളിക്കാം കേട്ടോ, ഞാനിപ്പോൾ വേറൊരു സ്ഥലത്താണ്, മീറ്റിംഗിലാന്ന് പറഞ്ഞ് ഫോൺ നോക്കും. ഇതാണ് 24 മണിക്കൂറിന്റെ ഉള്ളിൽ, അതല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്താലുള്ള ഒരു പ്രോബ്ലം. ഇത് സെയിൽസ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു ജസ്റ്റ് ഒരു ടിപ്പാണ്. നമ്മൾ എപ്പോഴും ഒരു 72 hours കൂളിംഗ് പീരീഡ് ഒരാൾക്ക് കൊടുക്കണം. ഇതിന്റെ ഒരു റീസൺ ഉണ്ട്. ആദ്യത്തെ ദിവസം നമ്മൾ കൂളിംഗ് പീരീഡ് കൊടുക്കുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യും നമ്മുടെ കോൾ. അവർ മറന്നൊന്നും പോകില്ല. ഇന്നലെ അവർ റിജക്ട് ചെയ്തതിന്റെ ഒരു അഹങ്കാരത്തിൽ അവർ ഇരിക്കുന്നുണ്ടാവും വീട്ടില്. അപ്പോഴായിരിക്കും നമ്മൾ കോളേ ചെയ്യാണ്ടിരിക്കുക. രണ്ടാമത്തെ ദിവസം എന്താവും, ഇന്ന് എന്തായാലും സുരാഗ് സാർ കോൾ ചെയ്യും, നല്ലൊരു മൈൻഡ് സെറ്റിലായിരിക്കും അവരിയ്ക്കുക. അപ്പോഴും കോള് പോകുന്നില്ല. ഇത് നോട്ട് ഓൺലി ഫോർ സെയിൽസ്, ജോയിനിങ്ങിന്റെ കാര്യമായിക്കോട്ടെ. പിന്നെ മൂന്നാമത്തെ ദിവസം എൻഡ് ആവുന്നതിന്റെ മുന്നേ നമ്മളൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ അർജൻസിയിൽ അവരെടുക്കും. എന്തുകൊണ്ടാണ് ഇയാൾ ഇത്രയും സമയം എടുത്തതെന്ന് പറഞ്ഞിട്ടായിരിക്കും ഫോൺ എടുക്കുക. സോ അവർ ഇൻട്രസ്റ്റഡ് ആയിരിക്കും കേൾക്കാൻ. ആൻഡ് ദിസ് ഇസ്, ഇത് എല്ലാവരും 100% സക്സസ് അല്ല, 80% സക്സസ് റേറ്റ് നമുക്ക് ഇതിൽ കിട്ടും. പക്ഷേ നമ്മൾ 24 hours ഉള്ളിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ സക്സസ് റേറ്റ് കുറയും, 25 to 30% കുറയും. 3 ദിവസം കൂടി, അതായത് 4-5 ഡേയ്സിന്റെ മേലെ ചെയ്തു കഴിഞ്ഞാൽ സക്സസ് റേറ്റ് 5 to 10% ആയിട്ട് കുറയും. സോ ദ ബെസ്റ്റ് ടൈം ടു ഫോളോ അപ്പ് 72 hours. ഓക്കെ. ഫോർത്ത്, നമ്മൾ എപ്പോഴും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കണം. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലുക്സ് മാത്രമല്ല, നമുക്ക് തലേന്റെ ഉള്ളിലും കുറെ സാധനങ്ങൾ ഫീഡ് ചെയ്യാൻ പറ്റും. പുറത്ത് മാത്രം ഷോ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ കണ്ടന്റ് ഉണ്ടാവണം, എന്നാലേ ആൾക്കാർ നമ്മളെ ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ, ആസ് എ സെയിൽസ് പേഴ്സൺ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഫിഫ്ത്ത് എന്ന് പറയുന്നത്, നമ്മൾ സോഷ്യൽ മീഡിയ എപ്പോഴും യൂട്ടിലൈസേഷൻ ആക്ച്വലി വളരെ മോശം. എപ്പോഴും ഏറ്റവും കൂടുതൽ ലീഡ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയ ആണ്. ആ സോഷ്യൽ മീഡിയ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ തന്നെ ഇപ്പൊ ഇന്നത്തെ മീറ്റിംഗിന്റെ സ്റ്റേറ്റസ് ഇട്ടപ്പം ഓൾമോസ്റ്റ് എനിക്ക് കിട്ടിയ 32 മെസ്സേജസ് ആണ്, ഡയറക്ട് മെസ്സേജസ്. വാവ്, ഗ്രേറ്റ്, വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജസ് വരും. അല്ലെ, നമ്മൾ ഏത് സ്റ്റേറ്റസ് ഇട്ടാലും നമ്മൾ ആരെങ്കിലും ഒക്കെ അതിൽ റിപ്ലൈ ചെയ്യും. ഈ 32 റിപ്ലൈസ് എനിക്ക് ഇന്ന് വന്നതിൽ 19 പേരും എൻ്റെ പണ്ടത്തെ കമ്പനീസിലുള്ള വർക്ക് ചെയ്ത ആൾക്കാരാണ്. സോ ഇത് എനിക്ക് 2 രീതിയിൽ ഇപ്പൊ തന്നെ യൂസ് ചെയ്യാം. ഞാൻ ഇപ്പൊ RCM ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് തിങ് ഇസ്, അവരുടെ റിപ്ലൈ ഞാൻ ഇന്ന് കൊടുക്കില്ല, 3 ദിവസം കഴിഞ്ഞിട്ടേ കൊടുക്കൂ. ആ 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയാൻ പോകുന്നത്, RCM പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അവർക്ക് RCM പറ്റി അറിയില്ല, അതുകൊണ്ടാണ് അവര് തീയും പുകയൊക്കെ ആയിട്ട് തന്നിരിക്കുന്നത്. ഇമോജീസ് ഭയങ്കര അടിപൊളിയായിട്ട് നീ മുന്നോട്ടേക്ക് പോകുന്നുണ്ടല്ലോ എന്നുള്ള ഹാപ്പിനെസ്സിൽ അവർ മെസ്സേജ് അയച്ചു. ഇനി അവർക്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ 19 പീപ്പിളുടെ കോൺടാക്ട്സ് എടുത്തിട്ട്
ഐ എം ഗോയിങ് ടു ടെൽ ദം സംതിങ്. ഇതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം പ്രൊഡക്ട്സിന്റെ മേ ബി ഇൻഫർമേഷൻ, അതല്ലെങ്കിൽ ഹെൽത്ത് ബെനിഫിറ്റ്സ്, മീറ്റിംഗ്സ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റേറ്റസിൽ ഇടുക. അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇതിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ആൾക്കാർ വിളിക്കാൻ തുടങ്ങും. അതല്ലെങ്കിൽ മെസ്സേജ് ചെയ്യും, റിപ്ലൈ ചെയ്യും. അതൊക്കെ നമുക്ക് ലീഡായിട്ട് ജനറേറ്റ് ചെയ്യും. നമ്മുടെ ബിസിനസ് അവിടെ തുടങ്ങും. റൈറ്റ്? ദാറ്റ് ഇസ് ഫിഫ്ത്ത്. ലാസ്റ്റ് പോയിന്റ്, എല്ലാ ട്രെയിനിങ്സും ഇവന്റ്സും നമ്മൾ അറ്റൻഡ് ചെയ്യാം. 1 മണിക്കൂർ 2 മണിക്കൂർ ഒരു ദിവസത്തെ പോട്ടെ, കുഴപ്പമില്ല. ഒരു സ്റ്റോറിയിൽ ഞാൻ എൻഡ് ചെയ്യാം. ബേസിക്കലി ഒരു 2 പേര് മരം വെട്ടുകയാണ്. എല്ലാവർക്കും അറിയുന്ന സ്റ്റോറി ആയിരിക്കും, പക്ഷെ കുറെ കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഇവന്റ്സും മീറ്റിംഗ്സും എന്തുകൊണ്ട് അറ്റൻഡ് ചെയ്യണം. 2 പേർക്ക് ആക്സ് കൊടുത്തു. ആക്സ് എന്താ മലയാളത്തിൽ പറയാന്ന് എനിക്കറിയില്ല. മരം വെട്ടുന്ന ഒരു സാധനമാണ്. അപ്പം ആരെങ്കിലും ഹെൽപ്പ് ചെയ്യോ? മരം വെട്ടുന്ന സാധനം എന്താ പറയാ? മഴു. ഓക്കെ. സോ മഴു എടുത്ത് വെട്ടാൻ തുടങ്ങും. കുറെ കഴിഞ്ഞ ഒരാളുണ്ട് ഷാർപ്പ് ചെയ്യുന്നു, വേറെ ആള് വെട്ടിക്കൊണ്ടിരിക്കുക, ഭയങ്കര മോട്ടിവേഷനിൽ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരാൾ കുറച്ച് വെട്ടും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഷാർപ്പ് ചെയ്യും. ഷാർപ്പ് ചെയ്യുന്നതിന് എന്താ പറയാ? മറ്റേ ഇതുണ്ടല്ലോ, നമ്മുടെ മൂർച്ച കൂട്ടും. പിന്നെയും വെട്ടും, പിന്നെയും റെസ്റ്റ്, പിന്നെ സൗണ്ട് കേൾക്കുന്നില്ല. ഇവരെന്ന് പറഞ്ഞാൽ 2 വേറെ വേറെ സ്ഥലത്താണ്. ഒരാൾ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു, വേറൊരാള് കുറച്ചിങ്ങനെ വെട്ടുന്നു, കുറച്ച് കഴിഞ്ഞാൽ ശബ്ദം കേൾക്കുന്നില്ല. അപ്പൊ ഇയാൾ വിചാരിക്കുമോ ഇവൻ വെട്ടിയിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. രണ്ടാമത്തെ ആള് വിചാരം. അപ്പൊ ഇവന്റെ മോട്ടിവേഷൻ കൂടി ഇവൻ വെട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ ചെക്ക് ചെയ്തപ്പം ഈ സൗണ്ട് വരാത്ത സ്ഥലത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് സാധനങ്ങൾ. ദാറ്റ് ഇസ് ബിക്കോസ് ആ സൗണ്ട് വരാത്ത സമയത്ത് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ഈ മൂർച്ച ചെയ്യായിരുന്നു മഴു. അപ്പോ ആ മഴു മൂർച്ച ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബ്രെയിനിനും നമ്മൾ മൂർച്ച ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ RCMൽ 10 വർഷമായിട്ട് മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്തിട്ടും 1 വർഷം റെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഡെഡ് ആവും. നമ്മൾ എല്ലാ ദിവസവും മീറ്റിംഗ്സ് കേൾക്കണം, എല്ലാ ദിവസവും യൂട്യൂബിൽ പോയിട്ട് ഓരോ വീഡിയോസ് കാണണം. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ തന്നെ ബ്രെയിൻ, നമ്മുടെ ഡെവലപ്മെന്റ് കുറയും. അതല്ലെങ്കിൽ ബുക്സ് വായിക്കണം. ആൾക്കാർ ബുക്സ് വായിക്കുന്ന ഒരു റീസൺ എപ്പോഴും അറ്റൻറ്റീവ് ആവും. അറ്റൻറ്റീവ് ആയി കഴിഞ്ഞാൽ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന രീതി, പിന്നെ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് ഒക്കെ ഭയങ്കര റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കും. നമ്മൾ ഈ ബുക്സും ഇതൊന്നും വായിക്കാണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട്സ് ചിലപ്പം ലേറ്റ് ആയി. സോ അത് പറഞ്ഞ് എന്നെ ഇത്രയും നേരം സഹിച്ച എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ലൊരു ബിസിനസ് ക്ലോഷർ ആശംസിക്കുന്നു. 6 ദിവസം കൂടി ഉണ്ട്. 6 ദിവസം മാത്രമല്ല, 6 more days. നിങ്ങളുടെ ലീഡേഴ്സിനെ ബുദ്ധിമുട്ടിച്ചോളൂ. അവർ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ള ഒരു സമയമായിരിക്കും ഇത്. അത് ഞാൻ ഉറപ്പ് തരുന്നു. അവര് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഉറപ്പാണ്. അങ്ങനത്തെ ലീഡേഴ്സാണ് നമുക്കുള്ളത്. വി ഹാവ് വെരി ഗുഡ് സപ്പോർട്ടീവ് ടീം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് തന്നെ ഓർഗനൈസ് ചെയ്തത് സുരാഗ് സാറിന്റെ യൂസിനോ അതല്ലെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ അവരുടെ ഗ്രോത്ത് മാത്രം ഉദ്ദേശിച്ചിട്ടല്ല, എല്ലാവരുടെയും ഗ്രോത്ത് ഉദ്ദേശിച്ചിട്ടായിരിക്കും എന്നുള്ളതിന്റെ കാര്യത്തിൽ എനിക്കൊരു ഡിഫറൻസും പറയാനില്ല. സോ ഇത്രയും സ്നേഹത്തോടു കൂടി പോകുന്ന ടീമിനെ എപ്പോഴെപ്പോഴും മീറ്റ് ചെയ്യാൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. എനിക്കൊരു കുഴപ്പമില്ല വന്ന് മീറ്റിംഗ് എടുക്കാൻ. ഐ വുഡ് ലവ് ടു മീറ്റ് യു ഓൾ ആൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഈവനിങ്. Thank you so much.